നമസ്കാരം. ഓഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യണേ. ഓഡിയോ കറക്റ്റ് ആണെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഓഡിയോ കേൾക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും സന്തോഷം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 7:30 അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അധികം പേര് വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടതുണ്ടോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് തുടങ്ങല്ലേ നമുക്ക് നല്ലത്. എന്താ അഡ്മിൻസിന്റെ അഭിപ്രായം? സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്? ഓക്കെ, ഇപ്പോൾ 30 പേരായി. ഞാൻ ഇനി വെച്ച് വൈകുന്നില്ല, കാരണം ഒരുപാട് സമയം നഷ്ടപ്പെടും നമുക്ക്. ഇപ്പോൾ തന്നെ 3 മിനിറ്റ് പോയല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാധാരണ പറഞ്ഞ മാതിരി ഭഗവാന്റെ കഥ കേൾക്കാൻ ഒരാളുണ്ടെങ്കിലും നമ്മൾ കഥ പറയണം എന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് തിരുവാറന്മുളയപ്പനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പൊന്നു ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നിങ്ങളെല്ലാവരെയും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭഗവാനായിട്ട് സങ്കല്പിച്ചിട്ട് എന്നെ ഈ തിരുവാറന്മുള ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീമതി മഞ്ജു സന്തോഷിനെ പ്രത്യേകം ഞാൻ നന്ദി പറയണം. വളരെ വളരെ സന്തോഷം. എല്ലാവരോടും കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം സംസാരിക്കാൻ സാധിച്ചാൽ, സാധാരണ ഞാൻ ചെയ്യണ മാതിരി വളരെ വല്ലാതെ ലെങ്ത്തുള്ളൊരു ലൈവായിരിക്കില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനൊരു പേരിപ്പോൾ എന്താ കൊടുക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവാറന്മുള അപ്പന് ഗുരുവായൂരപ്പൻ്റെ സ്നേഹവചസ്സുകൾ എന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം വളരെ വിശേഷപ്പെട്ടിട്ടുള്ള 2 വിഗ്രഹങ്ങളാണ്. ഗുരുവായൂരപ്പൻ സാക്ഷാൽ കൃഷ്ണൻ തന്നെ പൂജ കഴിച്ചിരുന്ന വിഗ്രഹം. തിരുവാറന്മുളയപ്പൻ സാക്ഷാൽ അർജുനൻ തന്നെ പൂജ കഴിച്ചിരുന്ന വിഗ്രഹം. അർജുനനും കൃഷ്ണനും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള മഹാശക്തികളാണ്. അങ്ങനെയുള്ള ആ 2 മഹാചൈതന്യങ്ങളുടെയും കാൽക്കൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ മാത്രമേ ഞാൻ ആറന്മുള ക്ഷേത്രത്തിൽ വന്ന് തൊഴാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഭഗവാനായിട്ട് വിളിച്ചു വരുത്തി ഇങ്ങനൊരു മഹാഭാഗ്യം, ഒരവസരം തരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് നാരായണീയ രത്നമാല 18 സ്റ്റെപ്സ് പേജിൽ പറയുന്ന സമയത്ത് 1-ാം ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ആ സമയത്ത് 2-ാം ദശകത്തിലെ 2-ാം ശ്ലോകം, ആ 2-ാം ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിത്തം പോലെ എൻ്റെ മനസ്സിൽ ഒരു രൂപം വന്നു. ആ ശ്ലോകം ഇതായിരുന്നു: കേയൂരാംഗത കങ്കണോത്തമ മഹാ രത്നാങ്കുലീയാംഗിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശംഖാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്
പീതാംബരാലംബിനീ മാലംബേ വിമലാം ഭുജദ്വിതിപദാം മൂർത്തിം തവാർത്ഥിച്ചിതം. ഭഗവാന്റെ വിശ്വരൂപം, ഗുരുവായൂരപ്പന്റെ വിശ്വരൂപം പറയുമ്പോൾ മേൽപ്പത്തൂർ എഴുതിയിട്ടുള്ള ഈ ശ്ലോകം വിശദീകരിക്കണ സമയത്ത് അതിവിചിത്രമായിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ തിരുവാറന്മുളയിൽ കുടികൊള്ളണ പാർത്ഥസാരഥി അങ്ങോട്ട് തെളിഞ്ഞു വന്നു. ഞാൻ ആ രൂപം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് അതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഗുരുവായൂരപ്പനായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ. അപ്പോഴാണ് ഭഗവാന്റെ രൂപം അങ്ങോട്ട് മാറുന്നത്. അപ്പോ ഭാഷയിലെ മഹാഭാരതം ഉണ്ട്, അതില് എഴുത്തച്ഛന്റെ, അതില് കർണപർവ്വതത്തില് യുദ്ധസമയത്ത് കർണന്റെ തേരാളിയായിട്ട് ശല്യരാണ്. ശല്യരുടെ ജോലി എന്ന് പറഞ്ഞാൽ കർണന്റെ മനോവീര്യത്തിനെ കെടുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അദ്ദേഹം ചെയ്യും. പല മോശപ്പെട്ട വാക്കുകൾ, നമ്മുടെ മലയാള ഭാഷയിൽ ശല്യം ചെയ്യുക എന്നുള്ള അർത്ഥം വാക്ക് തന്നെ വരുന്നത് ഈ ശല്യരുടെ എന്നാണ്. യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൽ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ അർത്ഥം ആയുധം എന്നാണ്. പക്ഷെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഭാഷയിൽ ശല്യം ചെയ്യുക എന്നുള്ള വാക്ക് വരുന്നത് ശല്യരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. മാദ്രിയുടെ സഹോദരനായിരുന്നു, നകുല സഹദേവന്മാരുടെ അമ്മാവനായിരുന്നു. ദുര്യോധനന്റെ ഒരു ചതി കൂടെ പുള്ളിയെ അദ്ദേഹത്തിന്റെ സൈഡിലേക്ക് ആക്കി. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ പക്ഷെ പാണ്ഡവരുടെ അടുത്താണ്. കൃഷ്ണന് തുല്യം ഒരു തേരാളി വേണമെന്നാണ് കർണൻ ആവശ്യപ്പെട്ടു. അത്ര ഗംഭീരനായിട്ട് തേര് കളിക്കാൻ കഴിയുന്ന ഒരാൾ ശല്യര് മാത്രമാണ്. അതുകൊണ്ട് ശല്യരെ കർണൻ തേരാളിയാക്കി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ശല്യര് 24 മണിക്കൂർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശല്യര് അർജുനന്റെ തേരിങ്ങനെ ദൂരത്ത് നിങ്ങൾ കാണുമ്പോഴേക്കും തന്നെ ഭഗവാനെ അർജുനന്റെയും ദർശനം കിട്ടിയ ഉടനെ തന്നെ അവരെ അങ്ങോട്ട് വർണ്ണിക്കാൻ തുടങ്ങി. ഓ എന്താ തേര്, നമ്മൾ പറയില്ലേ, ഓ എന്താ അവരുടെ സ്റ്റൈല്, എന്താ ലുക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി ശല്യർ ഇങ്ങനെ കർണനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇതിങ്ങനെ പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ അതൊരു യുദ്ധരംഗമാണ്. അവിടെ അധികം വർണ്ണനയ്ക്കൊന്നും സമയമില്ല. പക്ഷെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ ആ മഹാഭക്തൻ ആ അവസരത്തിന് ഉപയോഗിച്ചിട്ട് ആ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാനെ അതിഗംഭീരമായിട്ട് അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. നിറഞ്ഞ പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമോട് കെട്ടി കരിമുകിലൊത്ത ചിഗുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ടൊരു കേശാധിപാത വർണ്ണന എഴുത്തച്ഛൻ അങ്ങോട്ട് ആ ഭക്തി ലഹരിയിൽ അങ്ങോട്ട് മുഴുകിയിട്ട് ഗുരുവായൂരപ്പ എന്താ പറയാ, തിരുവാറന്മുളയപ്പനെ അങ്ങനെ അങ്ങോട്ട് സ്തുതിച്ചിരിക്കണം അവിടെ. അപ്പോ ഭട്ടതിരിപ്പാടിന്റെ മനസ്സിൽ ഗുരുവായൂരപ്പനെ കണ്ടപ്പോ എന്താണ് ഉണ്ടായത്? അതേ മാധുര്യമാണ് തിരുവാറന്മുളയപ്പന്റെ രൂപം. ആ തേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ കർണന്റെ തേരിന്റെ നേരെ അർജുനന്റെ തേരിനെ തെളിച്ചുകൊണ്ട് ഭഗവാൻ വരുമ്പോൾ ഭഗവാന്റെ രൂപത്തിനെ അവിടെ വർണ്ണിക്കണത്. അത്ര ഗംഭീരമായിട്ടുള്ളൊരു വർണ്ണനയാണ്. അന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ഗുരുവായൂരപ്പൻ തോന്നിപ്പിച്ചിട്ടാണ് ഞാൻ ആ വരികൾ പറഞ്ഞത്. അന്നത്തെ ആ സെഷൻ കഴിഞ്ഞ് രാത്രി ഞാൻ വെറുതെ മെസ്സഞ്ചർ നോക്കുമ്പോൾ ഞാൻ നേരത്തെ നന്ദി പ്രകാശിപ്പിച്ച ശ്രീമതി മഞ്ജു സന്തോഷിന്റെ മെസ്സേജ്, അങ്ങേക്ക് തിരുവാറന്മുള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വന്നിട്ട് ഭഗവാനെ കുറിച്ചൊരു പ്രഭാഷണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലത്ത് ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുകയായി. അത്ര അത്ഭുതകരമായിരുന്നു. 4 വരി ചെല്ലുമ്പോഴേക്ക് ആറന്മുളയപ്പൻ എന്നെ വിളിച്ചു. ഇതിനെപ്പരം ഭാഗ്യം എനിക്ക് എന്താ വേണ്ടത്? അപ്പോ ആ വിളിച്ച വിളി കേട്ടിട്ട് വളരെ വിനയത്തോടു കൂടി നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നിൽക്കുമ്പോ ആ ഭഗവാനെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? അഗ്രേ കൃത്വാ കമപി ചരണം ജാനുനൈകേന തിഷ്ഠൻ പശ്ചാത്പാർത്ഥം പ്രണയ വിവശേന ലക്ഷ്മണേ ക്ഷമാണ സവ്യേത്തോത്രം കരസരസിജേ ദക്ഷിണേ ജ്ഞാനമുദ്ര മാഭിഭ്രാണോ രഥമതിവസൻ പാതുനസൂതവേഷ. ഭഗവാന്റെ രൂപമാണ് പറയണത്. ഒരു പാദം ഇങ്ങനെ മുന്നിലേക്ക് വെച്ചിട്ട് മറ്റേ കാലിന്റെ മുട്ടിങ്ങനെ കുത്തിയിട്ട് തേർത്തട്ടിലിരിക്കുന്നു. പിന്നിൽ നിൽക്കുന്ന അർജുനെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആ പ്രണയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ കണ്ണുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുക, വീണ്ടും മുന്നോട്ട് നോക്കുക. എന്നിട്ട് ഇടത്തെ കരത്തിൽ ചമ്മട്ടി, വലത്തെ കരത്തിൽ ജ്ഞാനമുദ്ര, ഇതിങ്ങനെ പിടിച്ചിട്ട്
ഇരിക്കുന്ന ആ തേരിൽ നിൽക്കുന്ന തേരാളിയുടെ വേഷം ധരിച്ചവനായിട്ടുള്ള ആ സാക്ഷാൽ പാർത്ഥസാരഥി തിരുവാറന്മുളയപ്പൻ നമ്മളെ ഒക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആതാമ്രപ്പാണികമല പ്രളയ പ്രദോദ മാലോലഹാരമണികുണ്ഠലഹേമസൂത്രം ആവിശ്രമാംബുഗണമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. വാരപ്പാ ആറന്മുളയപ്പാ സർവേശ്വര. ഭഗവാന്റെ കൈ വളരെ ഇളം ചുവപ്പ് നിറാണെന്നാ പറയണത്. അതിൽ വളരെയധികം താല്പര്യത്തോടു കൂടിയിട്ട് ആ ചമ്മട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ തേരിങ്ങനെ ഇളകി ഇളകി പോണോണ്ട് ഇളകി ആടണ മുത്തുമാലകള്, കാതിലുള്ള രത്നകുണ്ഡലങ്ങള്, അരഞ്ഞാണം, പിന്നെ യുദ്ധക്കളത്തിൽ ആ പൊടിയും വേർപ്പും ഒക്കെ അണിഞ്ഞിട്ടുള്ള ശരീരം, മേഘം പോലെ നീലവർണ്ണം. അങ്ങനെ അർജുനന്റെ രഥത്തിൽ അലങ്കാരമായിട്ടിരിക്കണേ ആ പരമാർത്ഥമായിട്ടുള്ള ആ ബ്രഹ്മതേജസ്, ആ ആറന്മുളയപ്പൻ, ആ ഗുരുവായൂരപ്പനായിട്ടുള്ള ആ പരമതേജസ് സദാ സദാ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് അതിലെ അതിമനോഹരമായിട്ടുള്ള ഒരു 2 ധ്യാന ശ്ലോകങ്ങളാണ് ഞാൻ പറഞ്ഞത്. പാർത്ഥസാരഥിയുടെ മൂലമന്ത്രത്തിന്റെ ബീജാക്ഷരം തന്നെ ശരിക്കും രഥത്തിന്റെ ശബ്ദമാണ്. രഥം ഓടുമ്പോ എന്ത് ശബ്ദമാണോ നമ്മൾ കേൾക്കുന്നത് അതാണ് അതിന്റെ ബീജാക്ഷരം. അതുകൊണ്ട് സദാ ചലനമാണ്, അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതല്ല, സദാ ചലനം. സദാ ചലനത്തിലാണ് ഭഗവാൻ. അതുകൊണ്ട് ഊർജ്ജസ്വലതയാണ് ഭഗവാന്റെ മുഖമുദ്ര. അങ്ങനെ വേണം നമുക്ക് ഭഗവാനെ മനസ്സിലേക്ക് ആവിഷ്കരിക്കാൻ, അല്ലെങ്കിൽ വലിച്ച് ഊറ്റിയെടുക്കാൻ എന്ന് വേണം പറയാൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഗുരുവായൂരപ്പ എന്താ ഞാൻ ആറന്മുളയപ്പനെ പറ്റിയിട്ട് ഞാൻ പറയുക? ഒരു കഥ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് തത്വവിചാരം വേണോ? അങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പൊ ഞാൻ ശ്രീമതി മഞ്ജു സന്തോഷിന്റെ അടുത്ത് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് എന്താ പറയുക, ഞാൻ എങ്ങനെ എത്ര സമയമുണ്ട് ഇത് പറയാനെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സാർക്ക് ആവശ്യമുള്ള എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ കുറച്ച് നേരം പറയാം. എന്നാ സാധാരണ ഞാൻ ഒരു 3 മണിക്കൂറിന്റെ ആളാണ്, എല്ലാവർക്കും എനിക്ക് അങ്ങനെ ഒരു കുപ്രസിദ്ധി ഉണ്ട്. പക്ഷെ അത്ര നേരമൊന്നും പറയില്ലെങ്കിലും വിശേഷമായിട്ട് എന്തെങ്കിലും പറഞ്ഞല്ലോ. ആറന്മുളയപ്പം വിളിച്ചിട്ട് പോവല്ലേ, അദ്ദേഹത്തിന് തിരുമൽ കാഴ്ചയായിട്ട് എന്തെങ്കിലും ഭംഗിയായിട്ട് വെക്കണ്ടേ. അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത വന്നിട്ട് ഗുരുവായൂരപ്പനോട് ചോദിച്ചു, ഗുരുവായൂരപ്പ ഞാൻ എന്താ അദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുക, അങ്ങേക്ക് ഞാൻ അവിടെ വന്നിട്ട് എന്താ തരേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ ഭഗവാൻ ഒരു സംഭവം എൻ്റെ മുന്നിലിട്ട് വന്നു. അത് എൻ്റെ കയ്യിൽ കാലങ്ങളായിട്ടുള്ളതാണ്. എന്തുകൊണ്ടോ ഞാനത് കുറെ കാലമായിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. അതാണ് അതിലെ രസം. അത് ഗുരുവായൂരപ്പൻ എൻ്റെ മുന്നിൽ കൊണ്ടിടുക. ഗുരുവായൂരപ്പൻ്റെതായിട്ടുള്ള തിരുവാറന്മുളയപ്പനോടുള്ള സ്നേഹവാക്കുകൾ, സ്തുതി കേൾക്കുമ്പോ ആശ്ചര്യം അല്ലേ? ആശ്ചര്യം തോന്നോ കേൾക്കുമ്പോ? ലൈവ് കട്ടായിട്ടില്ലല്ലോ അല്ലെ? ഞാൻ കട്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് കമന്റുകളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് അറിയണമില്ല എന്താ റെസ്പോൺസ് വരണമെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണൊരു പ്രശ്നം. എനിവേ ഒരു ഓക്കെ. അപ്പം അങ്ങനെ ഭഗവാന്റെ എന്താ ഭഗവാന് കൊണ്ടു കൊടുക്കുക, അങ്ങനൊരു ചിന്ത വന്നു. അങ്ങനൊരു ചിന്ത വന്നപ്പോഴാണ് ഈ ഇത് കുഞ്ഞു വന്ന് പെടുന്നത്. നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ ആറന്മുളയപ്പനെ സ്തുതിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഗുരുവായൂരപ്പൻ ആറന്മുളയപ്പനെ സ്തുതിക്കുന്ന ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം വേറില്ലല്ലോ. ഇങ്ങനൊരു സ്തുതി ഇവിടെ ഉണ്ടായിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത് കണ്ടില്ല? ഗുരുവായൂരപ്പൻ തന്നെ ആറന്മുളയപ്പനെ സ്തുതിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ഭഗവാനും ഭക്തനും ഒന്നാണ്. ഭക്തനും ഭഗവാനും ഒന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോ അങ്ങനെയുള്ള ആ വിശേഷണത്തിന്, ഭക്തൻ ഭഗവാനും ഒന്നാണെന്ന് പറയാനുള്ള വിശേഷണത്തിന്
അർഹതയുള്ളൊരു ഭക്തൻ അദ്ദേഹം എഴുതിയ ഒരു സ്തുതി, ആ സ്തുതിയാണ് ഞാൻ ഇന്നിവിടെ കുറച്ച് ചുരുക്കത്തിൽ അങ്ങോട്ട് പറയുന്നത്. ആരാണ് ആ ഭക്തൻ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഗുരുവായൂരപ്പൻ അതുപോലൊരു ഭക്തൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ ഒരു ഭക്തൻ സാക്ഷാൽ പൂന്താനം നമ്പൂതിരി. ആ പൂന്താനം നമ്പൂതിരി എഴുതിയ പാർത്ഥസാരഥി സ്തവം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്തുതി, അത് എവിടെയൊക്കെ ഇപ്പൊ പ്രചാരത്തിലുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെ അത് ഗുരുവായൂരപ്പൻ എൻ്റെ കയ്യിൽ അങ്ങോട്ട് വെച്ച് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പബ്ലിഷ് ചെയ്തിട്ടുള്ള പൂന്താന സർവസ്വം എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ ഈ സ്തോത്രമുണ്ട്. 10 ശ്ലോകങ്ങളാണ്, 10 സ്റ്റാൻസകളാണ് അതിലുള്ളത്. കുസുമമഞ്ജരി എന്ന് പറഞ്ഞ സംസ്കൃതത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. ആ 10 ശ്ലോകങ്ങൾ പറഞ്ഞിട്ട് ഒരു കഥയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാർത്ഥസാരഥി സ്തവം, ഗുരുവായൂരപ്പനാകണ പാർത്ഥസാരഥി ആ തിരുവാറന്മുളയപ്പനെ പൂന്താനം തിരുമേനി മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു തരത്തിൽ പറഞ്ഞ ഒരു കേശാദിപാത വർണ്ണന തന്നെയാണ്. അതിമനോഹരമായ ഒരു കേശാദിപാത വർണ്ണനയാണ്. അപ്പൊ ആ കേശാദിപാത വർണ്ണനയുടെ ഭംഗി നമുക്ക് ഗുരുവായൂരപ്പന്റെ വാക്കുകൾ, ഞാൻ എപ്പോഴും എല്ലാവരുടെയും പറയാറുണ്ട്, ഗുരുവായൂരപ്പന്റെ കഥ ഗുരുവായൂരപ്പൻ പറയും, ഗുരുവായൂരപ്പൻ കേൾക്കും, ഗുരുവായൂരപ്പനാണ് കഥ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ തിരുവാറന്മുളയപ്പന്റെ രൂപത്തിൽ ആ ഭഗവാൻ, ആ സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ നാരായണൻ, അദ്ദേഹം തന്നെ ഇവിടെ ആറന്മുളയപ്പന്റെ ആ സ്തുതി, പൂന്താനം തിരുമേനി എഴുതിയിട്ടുള്ള ആ മഹത്തായിട്ടുള്ള സ്തുതി ഇവിടെ പറയുന്നു. അപ്പൊ നമുക്ക് ചൊല്ലി കേട്ടു തുടങ്ങാം. ഹരേ സർവേശ്വര ഗുരുവായൂരപ്പ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം അധാസഹായമതി സുന്ദരമന്ദാസം അദാലയേശമനിശം പ്രതിഭാവ്യാം നാരായണാഗ്രഗുരോ ഭഗവാൻ നമസ്തേ. തിരുവാറന്മുളയപ്പ ശരണം. പങ്കജാക്ഷഗദശൃംഖലം ഉഴകടത്തി നിന്നെ നിജപുത്രമ പെൺകിടാവിനെ വിരഞ്ഞെടുത്തു വസുദേവർ കംസനു കൊടുത്ത നാൾ അങ്കൃണാ പൊഴുതു കൊണ്ടു ചാടുടനുരുട്ടിനാകില രണാങ്കണേ സങ്കടോപശമനായ പാർത്ഥനു രഥം കിടാകുക തുടങ്ങിനാൻ. ഇങ്ങനെയാണ്. ഞാൻ അത്ര ഈണത്തിലൊന്നുമല്ല ചെല്ലണം, നന്നായിട്ട് പാടി ചെല്ലാൻ പറ്റുന്നവർക്ക് ഗംഭീരമായിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ്. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ്, പങ്കജാക്ഷ താമരക്കണ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പ, കംസൻ വസുദേവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ചങ്ങല അങ്ങയുടെ പ്രഭാവം കൊണ്ട് തന്നെത്താൻ അഴിഞ്ഞു വീണു. അപ്പോ അദ്ദേഹം സ്വന്തം പുത്രനായിട്ടുള്ള അങ്ങേ തലയിൽ ഒരു കൊട്ടയില് എടുത്തിട്ട് കാളിന്തി നദി കടത്തി നന്ദപ്രജത്തിൽ എത്തിച്ചു, അമ്പാടിയിൽ എത്തിച്ചു എന്ന്. ഇന്ന് സന്ദർഭവശാൽ ഗുരുവായൂർ ക്ഷേത്രത്തില് അലങ്കാരം ആ രൂപത്തിലാണ്. അപ്പൊ ഗുരുവായൂരപ്പൻ ഇന്ന് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ആറന്മുളയപ്പനെ കാണാൻ, അത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കണം ഇന്ന് അങ്ങനെ തന്നെ ഒരു അലങ്കാരം ചെയ്യാൻ ഇന്ന് മേശാന്തിക്ക് തോന്നിയത്. അപ്പോ അങ്ങനെ വരുന്ന ആ വന്നിട്ടുള്ള വസുദേവര് ആ പെൺകുട്ടിയെ, ആ യശോദയുടെ ഗർഭത്തിൽ ജനിച്ച സാക്ഷാൽ മായാദേവി, ആ യോഗമായിട്ടുള്ള അമ്മ, ആ പെൺകുട്ടിയെ കംസന് കൊടുത്തു. ഒരു കുഞ്ഞു കുട്ടിയായിട്ടുള്ള കുട്ടി അവൾക്ക് കൊടുത്തു. അപ്പോ എന്താ ചെയ്ത്, ഈ കുഞ്ഞിക്കാലുകൊണ്ട് അങ്ങനെ ആ കഥ പറഞ്ഞിട്ട് പറയണ, അവിടുന്ന് അങ്ങയുടെ കുഞ്ഞിക്കാലുകൊണ്ട് ഒരു ചെറിയ നിമിഷത്തിൽ പൊഴുതുകൊണ്ട് എന്നാ പറഞ്ഞത്, ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു വണ്ടിയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ശകടൻ എന്ന് പറഞ്ഞ അസുരനെ ഒരു ചാട്ടിനെ ഉരുട്ടണമാതിരി, ഒരു തേരിനെ ഒന്നങ്ങോട്ട് ഉരുട്ടണമാതിരി ഒരു വളരെ ലീലയായിട്ട് അങ്ങയുടെ കാലുകൊണ്ട് ഒരൊറ്റ അടിക്ക് വധിച്ചു അത്രേ. കാരണം വണ്ടി ഉരുട്ടണ പണി അന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഭഗവാൻ. തേരോടിക്കണ പണി അക്കാലത്തെ അദ്ദേഹം തുടങ്ങിയിരുന്നു. ആ കുഞ്ഞു ആവയായിരുന്നപ്പോഴേ കുഞ്ഞു തിരുവാറന്മുളയപ്പൻ അന്നേ ഈ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പൂന്താനം തിരുമേനി ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ, അതുകൊണ്ടാണ് രണാങ്കണേ, കുരുക്ഷേത്ര യുദ്ധം നടന്ന ഭൂമിയില് പാർത്ഥന് സങ്കടോപശമനായിട്ട് യുദ്ധത്തില് അർജുനന്റെ സങ്കടത്തിനെ അടുത്തിരുന്ന് കൂടെ ഇരുന്ന് ഉപശമനൻ അടുത്തിരുന്നിട്ടാ ശമിപ്പിക്കണം, ഒപ്പം നിന്ന് ശമിപ്പിക്കണവനായിട്ട്, അല്ലെങ്കിൽ ഒപ്പം നിന്നിട്ട് ആ ഗീത എന്നുള്ള ഉപദേശം, ഭഗവത്ഗീത എന്നുള്ള ഉപദേശം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആ ആലസ്യത്തിനെയും നിരാശയും ഒക്കെ മാറ്റി അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു ഊർജ്ജസ്വലനാക്കിയിട്ട് ആ ധർമ്മയുദ്ധം ചെയ്യാനായിട്ട്
പ്രാപ്തനാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ആ ഭഗവാൻ. അതേപോലെ തന്നെ ഭീഷ്മരും ദ്രോണരും കർണൻ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരിൽ നിന്ന് തന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് സമയാസമയങ്ങളിൽ അർജുനന്റെ ആയുസ്സിനെ രക്ഷിക്കാൻ ഇതിനൊക്കെയായിട്ട് അദ്ദേഹം രഥം തെളിച്ചു തുടങ്ങി. രഥം കിടാകുക തുടങ്ങിനാൻ എന്നാണ് പറയുന്നത്. രഥം തളിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. ഗുരുവായൂരപ്പാ ശരണം, ആറന്മുളയപ്പാ ശരണം. എന്താലേ ആ മനോഹരമായിട്ടുള്ളൊരു ഫസ്റ്റത്തെ ശ്ലോകം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ശ്ലോകം കെട്ടിവാർകുഴൽ വകഞ്ഞു പിന്നള കേഷുപീലികൾ തൊടുത്തു പൂമ്പട്ടുകൊണ്ടു വടിവോടുടു തുരസി ഹാരമിട്ടു വനമാലയും ഒട്ടണിഞ്ഞ നിടിലത്തടത്തിലുടൽ പാർത്തു പാർത്ഥരഥമേത്യജ ചമ്മട്ടി മുഷ്ടിയിൽ മുറുക്കി നിന്നരുളുമിഷ്ടദൈവതമുപാസ്മഹേ. ആറന്മുളയപ്പാ ഗുരുവായൂരപ്പാ എന്താ പറഞ്ഞ പാർകുഴല് എന്റെ ചുരുണ്ടി കൊണ്ട് ഇങ്ങനെ കിടക്കണ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണല്ലോ. ആ മുടി ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് പറക്കാണ്ടിരിക്കാൻ. എന്നിട്ട് ഇങ്ങനെ അളകങ്ങൾ കിടക്കുന്നുണ്ട്. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആ കുറച്ചുകൂടെ ബാക്കിയുള്ള അളകങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. അത് അധികം അങ്ങോട്ട് പാറി പറക്കാണ്ടിരിക്കാൻ. എന്നിട്ട് പീലികളൊക്കെ വെച്ചിട്ടുണ്ട് അതില്. പൂമ്പട്ട് കൊണ്ട് നല്ല ഭംഗിയില് നല്ല മനോഹരമായിട്ടുള്ള ആ പീതാംബരമൊക്കെ ധരിച്ചിട്ട് മാറില് വനമാല മുത്തുമാലയും ഭഗവാന്റെ സ്ഥിരമായിട്ടുള്ള ഞാൻ എപ്പോഴും പറയണ്ട വനമാല എന്ന് പറഞ്ഞാൽ കാട്ടുപൂക്കൾ കൊണ്ട് ഉണ്ടാക്കണം. എന്താ ഈ കാട്ടുപൂക്കള്? സംസ്കൃതരും അസംസ്കൃതരുമായിട്ടുള്ള ഭഗവാന്റെ ഭക്തര് തന്നെയാണ് വനമാലയായിട്ട് ഭഗവാന്റെ ശരീരത്തിൽ കിടക്കുന്നത്. ഭഗവാന്റെ ഭക്ത ലക്ഷങ്ങള് ഭക്തകോടികള് അവര് തന്നെയാണ് ആ ഭഗവാന്റെ കഴുത്തില് വനമാലയായിട്ട് കിടക്കണം. അങ്ങനെ വനമാല ഇട്ടിട്ട് നിടിലത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനെറ്റിയിൽ ഭഗവാന്റെ ഊർധ്വപുണ്ഡ്രം ആ തിരുനെറ്റിയിൽ ആ ചന്ദനക്കുറി ഇങ്ങനെ ഇട്ടിട്ട് എന്താണ് ഇങ്ങനെ ഊർധ്വപുണ്ഡ്രമായിട്ട് ഇടാൻ കാരണം? പ്രപഞ്ചത്തിൽ വിഷ്ണുവിന്റെ അധീശത്വത്തിനെ കുറിക്കുന്നതാകിയാലാണ് ഈ ഊർധ്വപുണ്ഡ്രം നമ്മൾ ഇങ്ങനെ ഇടുന്നത്. അപ്പൊ ഭഗവാന്റെ പാദമാണ് അത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വിഷ്ണുവിന് പ്രപഞ്ചത്തില് അദ്ദേഹത്തിന്റെ അധീശത്വം, അദ്ദേഹത്തിനെ അതിക്രമിക്കാൻ ആരുമില്ല എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ആ ഊർധ്വപുണ്ഡ്രം തുടർന്നത്. അങ്ങനെ ഉള്ള ഊർധ്വപുണ്ഡ്രം തൊട്ടിട്ട് ഉടൽ വാർത്ത് അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള ആ സ്വരൂപത്തില് പാർത്ഥരഥമേത്യ അർജുനന്റെ തേരിൽ കയറിയിട്ട് മുഷ്ടിയിൽ ചമ്മട്ടി മുറുക്കിയിട്ട് കരപത്മത്തിൽ ഭഗവാന്റെ കൈകള് കരമാകുന്ന ആ താമരപ്പൂവില് ആ ചമ്മട്ടി കുതിരകളെ തെളിക്കുന്ന ചമ്മട്ടി മുറുക്കിയിട്ട് നിന്നരുളുന്ന പറഞ്ഞു. ഇപ്പൊ ഭഗവാൻ നിന്നിട്ട് തേര് തെളിക്കും. അപ്പൊ ഭയങ്കര വേഗതയിലാ പോണെന്ന് വേണം നമ്മൾ സങ്കല്പിക്കാൻ. നിന്നരുളും ഇഷ്ടദൈവതം ഉപാസ്മഹേ. അങ്ങനെ നിന്ന് വിലസണ തിരുവാറന്മുളയിൽ നിന്ന് വിലസുന്ന ആ ഇഷ്ടദൈവമായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ, ആ ശ്രീകൃഷ്ണനെ, ആ സാക്ഷാൽ തിരുവാറന്മുളയപ്പനെ, അർജുനന്റെ പ്രിയപ്പെട്ടവനെ ഉപാസിക്കണു എന്ന് പൂന്താനം തിരുവേണി അവിടെ പറയുന്നു. ചെറ്റഴിഞ്ഞ ചിഗുരോൽക്കരം ചെറിയ താരകേശകല തോറ്റതൂ നെറ്റിപാടു ചിതറും വിയർപ്പിലൊളി ഉറ്റുപറ്റിന ധനാളകാം ഏറ്റുവാനഭിമുഖീകൃത പ്രതിനവ പ്രദോദ വലയാമൊരൻ ഉറ്റുകാമഭികൃവാം കിരീടിരതരത്നദീപകലികാംഭജേ. ഹരേ നാരായണ ഗുരുവായൂരപ്പാ ആറന്മുളയപ്പാ. കുറച്ചിങ്ങനെ അഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള ആ ഉയർത്തി കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന മുടി കുറച്ചങ്ങോട്ട് ഉയർത്തി ഇങ്ങനെ അഴിഞ്ഞു തുടങ്ങി. ആ അത്ര വേഗതയിലാണല്ലോ തേരി സഞ്ചരിക്കുന്നത്. അതേപോലെ ഭഗവാന്റെ ഈ നെറ്റിയിൽ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന പ്രകാശം ചെതറിക്കണ വേർപ്പ് തുള്ളികൾ അതെങ്ങനെയാണെന്നാ പറയണത്? ചെറിയ താരകേശകല കാണാൻ വളരെ ചെറുതാണ്. അമാവാസി കർത്തവാവ് കഴിഞ്ഞ പിന്നത്തെ ദിവസങ്ങളില് അധികം വികസിക്കാത്തൊരു നനുത്ത പ്രഥമ ദ്വിതീയ ദിവസങ്ങളിൽ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊക്കെ ചെറിയൊരു ചന്ദ്രകല കാണും അല്ലെ? ആ ചന്ദ്രക്കലയോട് ആ ചന്ദ്രക്കല തോൽക്കുന്നു ഭഗവാന്റെ ആ തൂനെറ്റി. ആ തൂനെറ്റിയില് നക്ഷത്രങ്ങൾ ഇങ്ങനെ കിടക്കണമാതിരി അവിടെ എവിടെയായിട്ട് പൊടിഞ്ഞു 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 വരണ വേർപ്പുതുള്ളികൾ, അർസാരതര നെറ്റിയിലുള്ള വേർപ്പുതുള്ളികളാണ് പറയണത്. അങ്ങനെ ഉള്ള വേർപ്പുതുള്ളികൾ മാത്രമല്ല, ഭഗവാന്റെ വളരെ കട്ടിയുള്ള അതിമനോഹരമായിട്ടുള്ള കാർമേഘം പോലുള്ള കുറുനിരകള് അതും ഇങ്ങനെ മുടി മുഖത്തേക്കൊക്കെ കുറച്ച് വീണ് കിടക്കുന്നുണ്ട്.
മാത്രല്ല യുദ്ധത്തിൽ എതിർത്ത് നിൽക്കണ എല്ലാവിധ ശത്രുക്കളെയും പ്രതിനവമായ ഓരോ നിമിഷവും ഏറ്റവും കൂടുതൽ പുതുതായിട്ട് ഉണ്ടായി വരണ മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാരാണെന്നുള്ള അർത്ഥം മാത്രമല്ല, വളരെ ഉത്സാഹത്തോടെ അർജുനെ നശിപ്പിക്കാനും ഉപദ്രവിക്കാനും യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന ശത്രുക്കളുടെ കൂട്ടങ്ങളെ ആ ഒരൻപ് ഊറ്റു കാം അഭികൃപാം, ഭഗവാൻ തന്റെ പരമമായിട്ടുള്ള അളവില്ലാത്ത വാത്സല്യം, കാരുണ്യം, സ്നേഹം ഇതൊക്കെ കൊണ്ട് തന്റെ ഒരു നോട്ടം കൊണ്ട് ഓരോരുത്തരുടെയും ജീവനെ തന്നെ ഭഗവാൻ അപഹരിച്ചങ്ങോട്ട് എടുത്തിട്ട് കൃപയോട് കൂടിയിട്ട് മോക്ഷം കൊടുക്കണമെന്നാ പറഞ്ഞ യുദ്ധകളത്തില്. ഭഗവാന്റെ ആയുധം നോട്ട. അതുകൊണ്ടാണ് അവിടെ യുദ്ധം ചെയ്യണ ഓരോ ജീവാത്മാവിനും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. ആ രൂപത്തിലുള്ള പാർത്ഥസാരഥിയെ, ആ ആറന്മുളയപ്പനെ നമ്മൾ മനസ്സിലൊന്ന് ധ്യാനിച്ചു നോക്കൂ. കിരീടരഥരത്നദീപകലികാംഭജേ. കിരീടി അർജുനന്റെ രഥത്തിൽ ഇരിക്കുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള രത്നദീപകലിയാണ്. രത്നം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വിളക്ക്, ആ വിളക്കിൽ കത്തുന്ന നാളം, ആ നാളമായിട്ടുള്ള ശ്രീകൃഷ്ണനെ, ആ ഭഗവാനെ ഞാൻ ഭജിക്കണു എന്നാണ് പൂന്താനം തിരുമേനി പറയുന്നത്. ഗുരുവായൂരപ്പ എന്താല്ലേ എൻ്റെ ഒരു ഭംഗി ഞാൻ പറയണേന്റെ. നിങ്ങൾ അങ്ങനെ ആ രൂപത്തിൽ പാർത്ഥസാരഥിയെ കാണൂ. ഭഗവാന്റെ ആ തേജസ് ഊറ്റി കുടിക്കൂ. അത് അടുത്ത ശ്ലോകം. നൂതനേന്ദു രമണീയ ബാലഭുവി പാകിടും ചില മനോഹര സ്വേദപാദ മൃദുതാളകേരഥ പരാഗപൂര പരിശോഭിതേ പാതി ചിമ്മിന വിലോചനേ വിഹരമന്ദഹാസ സമയ ചന്ദ്രിക ശീതളേ തിരുമുഖേ മനോ വിജിത സാരസേ വിജയസാരഥേ. അല്ലയോ ആറന്മുളയപ്പ വിജയസാരഥേ, ഭഗവാനെ രഥപരാഗപൂര പരിശോഭിതനായവനെ, രഥത്തിന്റെ വേഗത കൊണ്ട് അങ്ങോട്ട് അടിച്ചിങ്ങനെ ഉയർന്നു വരണ പൊടിപടലങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണ ഭഗവാനെ, അങ്ങയുടെ നെറ്റിയിൽ വീണ്ടും പറയാണ് ആ പുതിയ ചന്ദ്രക്കല പോലെ രമണീയമായിട്ടുള്ള അങ്ങയുടെ നെറ്റിയിൽ വ്യാപിച്ചിരിക്കുന്ന ആ വിയർപ്പ് തുള്ളികള്, ആ ശ്വേതപാത മൃദുതാളെ മനോഹരമായിട്ട് വിയർപ്പ് പൊടിഞ്ഞത് കൊണ്ട് അങ്ങയുടെ പുരികം പോലും നനഞ്ഞ് അങ്ങോട്ട് മൃദുവായല്ലോ ഭഗവാനെ. പാതി ചിമ്മിന വിലോചനെ, കണ്ണുകൾ ഇങ്ങനെ അല്പം അടച്ചു വന്നു. കാരണം പൊടിപടലത്തിനിടെ കൂടെ ഭഗവാൻ അങ്ങനെ തെളിച്ചു വരികയാണ്. വിരഹമന്ദഹാസ ചന്ദ്രികാശീതളെ മനോജ വിജിത സാരസേ തിരുമുഖ എന്നാ പറഞ്ഞു. ലീല കൊണ്ട് മന്ദസ്മിതം തൂക്കിയ പോലുള്ള തിരുമുഖം ഭഗവാന്റെ മുഖത്ത്. ഭഗവാൻ എപ്പോഴും കളിയാണല്ലോ, തമാശകൾ ഭഗവാൻ, എല്ലാ ലീലകളാ. അപ്പൊ ആ മുഖത്തൊരു മന്ദസ്മിത ഉണ്ട്. ഗുരുവായൂരപ്പന് രാധാസഹായമതി സുന്ദര മന്ദഹാസം എന്ന് പറയില്ല, ആ മന്ദഹാസത്തിന്റെയാണ് തിരുവാറന്മുളയപ്പന്റെ മുഖത്ത്. ആ മുഖത്തുള്ള മന്ദസ്മിതം തൂങ്ങുമ്പോ അങ്ങയുടെ മുഖം ഈ ബഹളത്തിന്റെ ഒക്കെ ഇടയിൽ കൂടെ വരികയാണെങ്കിൽ ആ പൂനിലാവ് പോലെ വളരെ തണുപ്പുള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ്. ആ തണുപ്പുള്ളതായിട്ട് തോന്നുന്നത് എങ്ങനെയൊക്കെയാണെന്നാ പറയണത്. ഭഗവാന്റെ ആ നെറ്റി, അതേപോലെ ആ നെറ്റിയിലുള്ള തിളങ്ങണ വേർപ്പ് തുള്ളികള്, ഭഗവാൻ അടച്ചു പിടിച്ചിട്ടുള്ള കണ്ണ്, നനഞ്ഞ പുരിയങ്ങള്, ഭഗവാന്റെ ചിരി, ഇതൊക്കെ മനസ്സിൽ നമുക്ക് വിശേഷപ്പെട്ടൊരു ആനന്ദത്തിന് ഉണ്ടാക്കി തരുന്നുണ്ട്. ഭഗവാന്റെ ഒരു ദർശനം കിട്ടുകയാണ്. ആറന്മുളയപ്പനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഈ വരികളിൽ. അപ്പൊ മനസ്സിൽ ആവുന്നത്ര സങ്കല്പിക്കുക, എന്നിട്ട് ഭഗവാന്റെ കാലിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുക. സുന്ദര ലലാട മാർജന ശിരോൽക്കരാൽ. ആ നെറ്റിയിൽ ഇങ്ങനെ കെട്ടിവെച്ച മുടിന്ന് അല്പമൊക്കെ വിട്ടിട്ട് നെറ്റിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള അളകങ്ങള് കൊണ്ടിട്ട് ഇങ്ങനെ മാർജനം തുടയ്ക്കപ്പെടുന്ന അതിസുന്ദരമായിട്ടുള്ള തിരുനെറ്റിയില് എന്നാ പറയണം. പായും തൂയ ധർമ്മബിന്ദു, ഒലിക്കുന്ന പരിശുദ്ധമായ നിർമ്മലമായിട്ടുള്ള വിയർപ്പ് കണങ്ങൾ. ഈ വിയർപ്പ് കണങ്ങളെ വീണ്ടും വീണ്ടും പൂന്താനം പറയണം. കാരണം വിയർപ്പ് കണങ്ങൾ ഉത്ഭവിക്കാൻ കാരണം ഭഗവാൻ ചെയ്യുന്ന അത്യധികമായിട്ടുള്ള അധ്വാനത്തിനെയാണ് കാണിക്കുന്നത്. ഭഗവാൻ ഒരു വലിയ പരിശ്രമത്തിലാണ് അവിടെ. അത് ലീലയായിട്ട് ചെയ്യണം അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹം ആ എന്താ പറയാ ശത്രുക്കളുടെ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത്. തൂയഘർമ്മഗണ ബിന്ദു സുന്ദര ലലാടമാർജന ശിരോൽക്കരാൽ വായുമാർജുന സുയോധനാദി പരിഭൂതി ജാതഹസിതാംബുരം സായകം മുതുകിലേൽക്കുമാറുഴറി നീയമാനരഥകായമാനായ ചാരുക പരീഭരം കനിവോട അയർനായക
ഉപാസ്മഹേ. ആയർ നായകം ഉപാസ്മഹേ. ആയർ നായക ഉപാസ്മഹേ, അങ്ങനെ ഞാൻ ഉപാസിക്കണു ഭഗവാനെ. ആറന്മുളയപ്പ ആയർ നായക, ആയർ കുലത്തിന്റെ നായകനായിട്ടുള്ളവനെ. എങ്ങനെയുള്ള അങ്ങനെയാണ് ഉപാസിക്കുന്നത്? സുയോധനാദി പരിഭൂതി ജാത ഹസിതാങ്കുരം നിയമാനം അർജുന സായകം. സുയോധനന്മാരില് സുയോധനൻ തുടങ്ങിയിട്ടുള്ള ദുര്യോധനൻ തുടങ്ങിയിട്ടുള്ളവരിൽ പരിഭവം കൊണ്ടുണ്ടായിട്ടുള്ള പരിഹാസത്തിന്റെ ചെറിയ ചെറിയ മുളകൾക്കെതിരെയുള്ള അർജുനന്റെ അസ്ത്രങ്ങളെന്ന് പറയുന്നത്. അവരുടെയൊക്കെ മുതുകിലേൽക്കുമാറാനായ മർമ്മത്തിൽ തന്നെ കൊള്ളുവാൻ തക്കവണ്ണം രഥകായം കനിവോടുളറി നിയമാനം. രഥമാകണ ശരീരത്തിനെ അർജുനെ നയിക്കുന്നുണ്ട്. അർജുനന്റെ ശരീരത്തിനെ നയിക്കേണ്ട രഥത്തിനെ തന്നെ നയിക്കുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് അർജുനന്റെ അമ്പുകൾ കൃത്യമായിട്ട് ശത്രുനിരകളുടെ മർമ്മങ്ങളിൽ ആ ഗാണ്ഡീവത്തുനിന്ന് പുറപ്പെടുന്ന ഓരോ അസ്ത്രവും കൊള്ളിക്കുന്നതിന് ഭഗവാൻ ഏറ്റവും യുക്തമായിട്ടുള്ള വണ്ണം തേര് തെളിച്ചത് കൊണ്ടാണ്. ഗാണ്ഡീവത്തിന്റെ പ്രഭാവം കൊണ്ടല്ല, അർജുനന്റെ മെടുക്കൊണ്ടല്ല. എന്റെ ഭഗവാൻ, എന്റെ തിരുവാർമുളയപ്പൻ, ആ പൊന്നു ഗുരുവായൂരപ്പൻ, അദ്ദേഹം കൃത്യമായിട്ട് ആ കുരുക്ഷേത്ര ഭൂമിയിൽ കൃത്യമായിട്ട് തേര് തെളിച്ചിട്ട് ഇങ്ങോട്ട് വെട്ടിച്ചും അങ്ങോട്ട് വെട്ടിച്ചും മുന്നോട്ടെടുത്തും പുറകോട്ടെടുത്തും കുതിരകളെ അതീവ ശ്രമകരമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ആ ഭഗവാൻ ആ തേരിനെ നിയന്ത്രിച്ചതാണ്. ഇതിന്റെ മനോഹാരിത അതുകൊണ്ടാണ് ആ യുദ്ധം ഫലവത്തായത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ആറാമത്തെ ശ്ലോകം. അർദ്ധമീലിത വിലോചനം വരദുരംഗപൂരഘുരമേറ്റൊരായുദ്ധഭൂമിയിലൂറും നറുംപൊടി പൊഴിഞ്ഞഴിഞ്ഞ കബരീഭരം ഹസ്തപങ്കജലസൽ പ്രധോധമതി ചിത്തമസ്തു മമ പാർത്ഥ സാരഥ്യകേളിലളിതം മനോജ്ഞമൊരു വസ്തു യാദവകുലോദ്ഭവം. വസ്തുയാദവകുലോദ്ഭവം. അതെ അർദ്ധനിമീലിത ലോചനം, പാതി ഇങ്ങനെ അടഞ്ഞിട്ടുള്ള കണ്ണുകളോട് കൂടിയിട്ട് അനേകം വളരെ മികച്ച കുതിരകളാണ് ഭഗവാന്. വരദുരംഗപൂര ഘുരമേറ്റ്, ഘുരം കുടംപള്ളിയോട് ഇങ്ങനെ ഏറ്റിട്ട് ഓരോ യുദ്ധത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും യുദ്ധഭൂമിയുടെ പല ഭാഗങ്ങളിലും അതിവേഗതയില് അവിടെയൊക്കെ പൊടി നിറപ്പിച്ചുകൊണ്ട് ഭൂമിയിലൂറും ഓരോ യുദ്ധഭൂമിയിലൂറും നറും പൊടി പൊഴിഞ്ഞ് അതൊക്കെ തന്റെ ശരീരത്തിലുണ്ട്. അതിന്റെ ഫലമായിട്ട് ഭഗവാന്റെ കബരീപരം, ആ മനോഹരമായിട്ടുള്ള വാർമുടി അതിന്റെ കെട്ടഴിഞ്ഞു, അത് പാറി തുടങ്ങി കാറ്റത്ത്. ഹസ്തപങ്കജലസത് പ്രദോദം, ആ കയ്യിലിരിക്കുന്ന ആ ചാട്ടവാറ് ചമ്മട്ടി അതെങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വീശിക്കൊണ്ട് ആ പാർത്ഥസാരഥിയായിട്ടുള്ള പാർത്ഥസാരഥ്യ കേളിയിലെളിതം, പാർത്ഥസാരഥി എന്ന ലീല ആടിക്കൊണ്ട് അതിമനോഹരനായിട്ട് ആ ഭഗവാൻ, ആ സാക്ഷാൽ പരബ്രഹ്മം അതിമനോഹരമായിട്ടുള്ള കൈചലനങ്ങളോട് വിട്ട് ഭഗവാന്റെ കൈ വെറുതെ ഒന്ന് നീങ്ങുന്നത്, അത് വേഗത്തിൽ നീങ്ങിയാലും വയലന്റ് ആയിട്ട് നീങ്ങിയാലും വാത്സല്യമായിട്ട് നീങ്ങിയാലും മെല്ലെ നീങ്ങിയാലും ഒക്കെ കാണാൻ ഭംഗിയാ അല്ലേ സർവേശ്വര. അപ്പോ അങ്ങനെയുള്ള അവിടുന്ന് മനോജ്ഞം ഒരു യാദവ കുലോദ്ഭവം വസ്തു, മനോജ്ഞം ഒരു വസ്തു യാദവ കുലോദ്ഭവം. മനോജ്ഞമായിട്ട് മനസ്സിനെ ഏറ്റവും അധികം അപഹരിക്കുന്ന വിധത്തില് യാദവ കുലത്തിൽ ആ ജനിച്ചിട്ടുള്ള കുലത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള ആ ചൈതന്യം മമ അതിചിത്തം അസ്തു, പ്രധോദം അതിചിത്തം അസ്തു എന്ന് പറഞ്ഞില്ലേ, അതാണ് മമ അതിചിത്തം അസ്തു, എൻ്റെ മനസ്സില് ഏറ്റവും ഉയരത്തിൽ ഉണ്ടായി വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കണത് പൂന്താനം. പാർത്ഥസാരഥി തൻ്റെ മനസ്സില്, ആറന്മുളയപ്പൻ തൻ്റെ മനസ്സിൽ അങ്ങോട്ട് ഉയർന്നു വരട്ടെ എന്ന് പറയുന്നു. ഈ ഓരോ ശ്ലോകം പൂന്താനം ആറന്മുളയപ്പൻ എഴുതി പൂജിക്കുന്ന മാതിരി അർച്ചിക്കുമ്പോഴും ഗുരുവായൂരപ്പൻ എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും, ആറന്മുളയപ്പൻ എത്ര സന്തോഷിച്ചിട്ടുണ്ടാവും. രണ്ടും ഒന്നായിട്ടുള്ള വസ്തു, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ആ ഭഗവാനും നമ്മളും ഒന്നാണ്, ആ ഭഗവാനും ഒന്നാണ്, അതിലൊന്നും വ്യത്യാസമില്ല. പല വിഗ്രഹ രൂപങ്ങളിൽ പല ഇടങ്ങളിലേ ഇരിക്കണമെന്നേ ഉള്ളൂ. നരനും നാരായണനും ഒന്നാണ്. സഹസ്രകവചനെ വധിക്കേണ്ട ആവശ്യം കൊണ്ട് രണ്ടായിട്ട് പറഞ്ഞാണ്. അവര് തന്നെ കൃഷ്ണനും അർജുനുമായിട്ട് ജനിച്ചു. അവര് രണ്ടുപേരും പൂജിച്ച വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം?
ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് ആറന്മുളയപ്പനും ഗുരുവായൂരപ്പനിലും ഭേദഭാവം കാണണ്ട, ഒരേ ആൾക്കാർ തന്നെ. അതുകൊണ്ടാണ് പൂന്താനത്തിന് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നത്. 7ാമത്തെ ശ്ലോകം, മൂടുമാറുഭുവനം തുരംഗരജസാപതംഗജമനോബലം. ഗുരുവായൂരപ്പ, വാടുമാറു ജയമീടുമാറു വിജയന്നു വിക്രമഭയോനിധേ, പേടി പൂണ്ടു പടതോറ്റു മാറ്റലരദീപനൂറ്റവർകളമ്പുമേറ്റോടുമാറിയ തേർക്കിടാകിന പുരാണധാമ കലയാമഹേ. ഈ കുതിരയുടെ കുളമ്പടികൾ കാരണം പൊടിപടലങ്ങനെ കണ്ട അടിച്ചിങ്ങനെ തൂണുമാരി ഇങ്ങനെ പൊങ്ങിപ്പോകും, ഭൂമി മുഴുവൻ മൂടിപ്പോകും തോന്നും. അതാണ് ഭുവനം മൂടുമാറ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാ പതങ്കജ മനോബലം പാടുമാറ് എന്ന്. പതങ്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാ. ആ പതങ്കന്റെ മകനാരാ? പതങ്കജൻ, കർണൻ. ആ കർണന്റെ ബലം, അവന്റെ മനോബലം തകർന്നു പോണ വിധത്തില് കർണനൊക്കെ കണ്ടോണ്ടാണല്ലോ ഇരിക്കുന്നത്. ഈ പൊടിപടലം ഭഗവാനെ തേരിനിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോ, ഇന്നിപ്പോ ചില ആൾക്കാർ സ്റ്റൈലിന് കാർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ മരുഭൂമിയിൽ ഡെസേർട്ട് റൈഡ് ഒക്കെ ചെയ്യുമ്പോ പൊടി പറക്കണം കണ്ടിട്ടില്ലേ, മണ്ണൊക്കെ. അതുപോലെയൊന്നുമല്ല, അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ഭീഷണമായിട്ടാണ് ഭഗവാൻ തേരിനെ തിരിക്കുന്നത്. അത് കാണുമ്പോൾ കർണനെ പോലുള്ള ഒരു വീരന് പോലും മനസ്സ് തകർന്നു പോണു, ഭയമുണ്ടാവണു എന്നാണ് പൂന്താനം പറയണത്. വിജയന് വിക്രമ ഭയോനിതേ ജയം ഇടുമാറ്. എന്തിനാണ് അങ്ങനെ ചെയ്യണത്? അർജുനന് വിക്രമം എന്ന് പറഞ്ഞ പരാക്രമം, ഭയോനിധേ, ആ അതിപരാക്രമത്തിന്റെ കടല്. എന്താ അതിപരാക്രമത്തിന്റെ കടൽ? ആ യുദ്ധം തന്നെ 18 ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധം. അതിന് ജയം കിട്ടണം. ആ ജയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നേടേണ്ടത്? മാറ്റലർ നൂറ്റവർകൾ അമ്പുമേറ്റ് അതീവ പേടി പൂണ്ട് പടതോറ്റു മാറ്റലർ അതീവ നൂറ്റവർകൾ അമ്പുമേറ്റോടുമാറിയ ഏർകിടാകിനാന്നാണ്. ശത്രുക്കളായിട്ടുള്ളവരാണ് ആ 100 മക്കളും ധൃതരാഷ്ട്രന്റെ. അവര് 100 എണ്ണവും അർജുനന്റെ ചാരമാരി കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ജീവൻ പോയിട്ടും അല്ലാണ്ടൊക്കെ പടക്കളത്തുനിന്ന് പോണം തോറ്റിട്ട്. അതിനു വേണ്ടിയിട്ടാണ്. അരിയതർകിടാകിന പുരാണധാമ. ഭഗവാനെ, ആറന്മുളയപ്പ, ശ്രേഷ്ഠമായിട്ടുള്ള തേരാളിയായിട്ടുള്ള ആദ്യമായിട്ടുള്ള ആ തേജസ് പുരാണധാമ. പുരാണത്തിൽ പറയപ്പെട്ടവനെ എന്നല്ല വാക്കിന്റെ അർത്ഥം. പുരാണം, ഏറ്റവും ആദ്യം, ഏറ്റവും പഴയ കാലത്ത് തേജസ്സായിട്ട് ഇരുന്നവൻ, ആദിബ്രഹ്മം, സാക്ഷാൽ പരബ്രഹ്മം, ആ പുരാണ പുരുഷൻ, സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പുരുഷ സൂക്തം കൊണ്ട് ആരെയാണോ ആ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്, ആ ബ്രഹ്മം തന്നെ, ആ ബ്രഹ്മത്മാകുന്ന സാക്ഷാൽ പാർത്ഥസാരഥിയെ കലയാമഹേ ഞാൻ വന്ദിക്കുന്നു. അവിടെ കലയാമഹേ എന്ന് ഉപയോഗിക്കണതിന്റെ ഒരു കാരണമുണ്ട്. കാ സൃഷ്ടിയും, ല മരണം, സംഹാരം അഥവാ ലയമാണ്. കല എന്ന് പറഞ്ഞാൽ ശരിക്ക് ജനനം മുതൽ മരണം വരെയുള്ള ജീവിത വൃത്തി തന്നെയാണ്. ആ രൂപത്തിൽ നിൽക്കുന്നവരാണ്. അതായത് പ്രപഞ്ചത്തിന്റെ രൂപത്തിന് രൂപമില്ലാത്ത ബ്രഹ്മം രൂപമെടുത്തിട്ട് പാർത്ഥസാരഥിയായിട്ട് നിൽക്കണു തിരുവാറന്മുള ക്ഷേത്രത്തിൽ എന്ന് വ്യംഗ്യാർത്ഥം. അതുകൊണ്ട് കലയാമഹേ എന്നാണ് അവിടെ പറയുന്നത്. 8ാമത്തെ ശ്ലോകം, ധാർത്തരാഷ്ട്രമയ കാട്ടിലർക്കസുതസാലമുള്ളഭുവി കത്തുമപ്പാർത്ഥഭാവകശിഖ കലാവസമീരണ ദുരധുരന്ധരം ഓർത്തലഞ്ഞു കുതിരക്കുളമ്പുകിളറിപ്പൊടിഞ്ഞ പൊടി ധ്രുവമത്തേർത്തടസ്ഥിതമൊരൊത്തരത്തിലുള്ള പരമാർത്ഥ വസ്തു പരിപാഹിമാം. ഞാൻ ചെല്ലിയപ്പോ ഒരക്ഷരം എന്തോ ചാടിയിട്ടുണ്ട്, വീണില്ല വൃത്തത്തില്. ക്ഷമിക്കണേ. ധാർത്തരാഷ്ട്രമയമായിട്ടുള്ള കാട്ടിൽ, ധാർത്തരാഷ്ട്രമയ കാട്ടിലർക്കസുതൻ, ധൃതരാഷ്ട്രന്റെ പുത്രന്മാരാകണ വനത്തില്, കാട്ടില്, അർക്കസുത സാലമൂലഭുവി. അർക്കസുതൻ സൂര്യപുത്രൻ. ആരാ? സാക്ഷാൽ കർണൻ. ആ കർണനാകണം കോട്ടയുടെ സാലം, കോട്ടയുടെ അടിയില് കത്തും
കത്തിപ്പടർന്ന തീയുള്ള ആ പാർത്ഥന്റെ പാവക ശിഖാ കലാപ സമീരണ ദുരന്തരം, അർജുനൻ അയച്ചിട്ടുള്ള ആഗ്നേയാസ്ത്രം, അതുകൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ആ ആഗ്നേയാസ്ത്രം പാഞ്ഞു പോയപ്പോ വഴിയിൽ ഉണ്ടായിട്ടുള്ള കാറ്റും തീയും അതെവിടെയാണ് പോയിട്ട് വീണിരിക്കുന്നത്? കർണൻ എന്ന പേരുള്ള ധൃതരാഷ്ട്രപുത്രന്മാരാകണ വനത്തിൽ കർണൻ എന്ന് പറഞ്ഞ ഒരു കോട്ട, ആ കോട്ടയുടെ അടിയിൽ അവിടുന്ന് മേപ്പട്ടേക്ക് കത്തിച്ച് കയറ്റാൻ വേണ്ടി അവിടെ തീ വെച്ചിരിക്കുക. അതാണ് ആ ഭാവന, അവിടെ കൊടുത്തിരിക്കുന്ന ഭാവന. ഓർത്തലഞ്ഞു യുദ്ധക്കളത്തില് കുതിരക്കുളമ്പ് കൊണ്ട് കീളറിപ്പൊടിഞ്ഞ പൊടി ധൂമ്രം എന്നാ പറയുന്നത്. കുതിരക്കുളമ്പ് കൊണ്ട് ഉയർന്നിട്ടുള്ള പൊടിയും ആഗ്നേയാസ്ത്രം കൊണ്ട് ഉണ്ടായിട്ടുള്ള തീയും പുകയും, അഥവാ പുകയുടെ നിറവുള്ള പൊടിപടലങ്ങൾ എന്ന് അർത്ഥമെടുക്കാം. അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റണു വെട്ടിത്തിളങ്ങണ തേജസ്സോട് കൂടിയിട്ട് എന്താണ് ഓത്തിലുള്ള ഒരു പരമാർത്ഥ വസ്തു. പാവം പൂന്താനം നമ്പൂതിരി ഓത്തില്ലാത്ത നമ്പൂതിരിയായിരുന്നു. ഓത്ത് എന്ന് പറഞ്ഞാൽ വേദം ചെല്ലാനുള്ള അർഹത. പഠിക്കാം, പക്ഷെ ചെല്ലാനും പഠിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് ഓത്തില്ലാത്ത നമ്പൂതിരിയാണെന്നുള്ളതുകൊണ്ട് ഒരുപാട് പരിഹാസങ്ങൾ കിട്ടിയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അവിടെ എഴുതിയിരിക്കുകയാണ് വേദത്തിലുള്ള പരമാർത്ഥ വസ്തു എന്നല്ല, നാടൻ വാക്ക ഉപയോഗിച്ച് ഓത്തിലുള്ള ഒരു പരമാർത്ഥ വസ്തു, വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള, വേദത്തിന്റെ അന്തർഗതമായിട്ടുള്ള എന്തൊക്കെയാണോ മഹാവാക്യങ്ങൾ, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നിയുള്ള മഹാവാക്യങ്ങളാൽ പറയപ്പെട്ടിട്ടുള്ള ആ ബ്രഹ്മം, ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ, ആ സാക്ഷാൽ ജഗൽപിതാവും പരമപുരുഷനുമായിട്ടുള്ള ആ നാരായണനായിട്ടുള്ള ആ തിരുവാറന്മുളയപ്പൻ, ആ പാർത്ഥസാരഥി, എന്നെ രക്ഷിക്കണേ, മാം പരിവാഹി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ ഗുരുവായൂരപ്പ, അത്ര മനോഹരമായിട്ടുള്ള വരികളാ. പൂന്താനം നമ്പൂതിരി എങ്ങനെ അദ്ദേഹത്തിന്റെ ആ മഹത്തായിട്ടുള്ള അത്ര നിഷ്കളങ്കായിട്ടുള്ള മനസ്സിലായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അങ്ങനെ തിരുവാറന്മുളയപ്പൻ ഈ രൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇന്ന് ആ അമ്പലത്തിൽ പോകണം, ഞാൻ ഈ അമ്പലത്തിൽ പോയില്ല, ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന് ശക്തിയില്ല, മറ്റേ അമ്പലത്തിൽ ഇരിക്കുന്ന ഭഗവാനെ ശക്തിയുള്ളൂ, ഞങ്ങളുടെ ഭഗവാനാണ് കൂടുതൽ ശക്തി, മറ്റേവിടുത്തെ ഭഗവാൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പന്റെ പരമ ഭക്തനായിട്ടുള്ള പൂന്താനം എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്തോത്രമാണ് പാർത്ഥസാരഥിയെ കുറിച്ച് എഴുതിയിരിക്കണത് നോക്കൂ. തിരുവാറന്മുളയപ്പനെ കുറിച്ച് 9ാമത്തെ ശ്ലോകം, 2 ശ്ലോകം കൂടെ ഉള്ളൂ. 9ാമത്തെ ശ്ലോകം. പീലി ചിന്നി വിരിയുന്ന വേണിയിൽ മറഞ്ഞ കോമളമുഖാബ്ജമാലോലഹാര നവഹേമ സൂത്രവനവാലിക മകര കുണ്ഡലം ഹരേ ബാലബാലമതിമേലമണിഞ്ഞ കമനീയ ഘർമ്മഗണികാങ്കുരം കോലമഞ്ജിതരഥം ഗതം ജയതി വൈഷ്ണവം കിമഭി വൈഷ്ണവം. എന്താ മനോഹരമായിട്ടൊരു ശ്ലോകമാണ്. ആ തലമുടിയില് തീലി ഇങ്ങനെ ചിന്നിങ്ങനെ വിരിയണം, അങ്ങനെ പെടർന്ന് വിരിയണം ആ മുടിയില്. ഭഗവാന്റെ തിരുമേനി മയിൽപ്പീലി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണം തലമുടിയില്. ആ തലമുടി കാരണം മറിഞ്ഞു കിടക്കണമെന്ന് കോമളമായിട്ടുള്ള അങ്ങയുടെ മുഖാബ്ജം, അതിമനോഹരമായിട്ടുള്ള മുഖമാവണ താമരപ്പൂവിനെ അങ്ങോട്ട് മുടി ഇങ്ങനെ വീണ് കിടന്നിട്ട് കാണാനില്ല. അപ്പോഴേക്കും ആ യുദ്ധം അങ്ങോട്ട് മുറുകി കെട്ടിവെച്ചാൽ മുടിയൊക്കെ അഴിഞ്ഞു, മുഖത്തേക്ക് വീണിരിക്കുന്ന സൈഡിലേക്ക് അതൊന്നും മാറ്റാൻ പോലും ഭഗവാന് നേരില്ല. ഈ 5 കുതിരകളെ നിയന്ത്രിക്കല്ലേ. അത് മാത്രല്ല, വെറും കുതിരയെ ശ്രദ്ധിച്ചാൽ പോരാ, അവിടുത്തെ അപ്പുറത്തുള്ള യോദ്ധാവ് എങ്ങനെ നിന്നിട്ട് അവന്റെ സ്ട്രാറ്റജി എന്താണ്, അവൻ എങ്ങനെയാണ് അസ്ത്രം ചെയ്യണത്, അർജുനെ എങ്ങനെ രക്ഷിക്കണം, അവന്റെ അടുത്ത നീക്കം എന്താണ്, അവന്റെ തേരാളുടെ നീക്കം എന്താണ്, അവരുടെ കുതിരകളുടെ അവസ്ഥ എന്താണ്, ആ ഭൂമിയുടെ അവസ്ഥ എന്താണ്, അവിടെ ചെളിയാണോ, അവിടെ കുണ്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കുഴിയുണ്ടോ, അല്ലെങ്കിൽ ഒരു ചാലുണ്ടോ, തേരവിടെ പെടുവോ, ഇതൊന്നും അറിയില്ല. മാത്രല്ല അവിടെ മറ്റ് ശരീരങ്ങൾ വീണ് കിടക്കുന്നുണ്ടോ, ശവശരീരങ്ങളുടെ മുകളിൽ കൂടെ കയറാൻ പാടില്ല, വേറെ മൃഗങ്ങൾ ചത്തു കിടക്കുന്നുണ്ടാവും, അതൊന്നും പറ്റില്ല. അതിനിടയ്ക്ക് ചില അസ്ത്രങ്ങൾ ഈ കുതിരകളുടെ മേലെ കൊള്ളുന്നുണ്ട്. പ്രസിദ്ധമായിട്ടൊരു ചിത്രമുണ്ട് ഭഗവാന്റെ. യുദ്ധം കഴിഞ്ഞിട്ടുള്ള രാത്രികളില് ഭഗവാൻ ഉറക്കില്ല. ഭഗവാൻ 18 ദിവസം ഗുരുവായൂരപ്പൻ ഉറങ്ങിയിട്ടില്ല, അറന്മുളപ്പൻ ഉറങ്ങിയിട്ടില്ല. ജയദ്രഥനെ കൊല്ലുന്നതിന്റെ തലേന്ന് രാത്രി ഭഗവാൻ ഉറക്കം വിളിച്ചിരുന്ന് ശിവനെ പൂജ കഴിച്ചു എന്നാണ് മഹാഭാരതത്തിൽ എഴുതിയിട്ടുള്ളത്, അർജുനന്റെ ജയത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മറ്റു രാത്രികളിലും ഈ കുതിരകളെ പരിപാലിക്കുകയാണ്. അവരുടെ മുറിവുകൾ ഉണക്കുക, അതിനെ മരുന്ന് വെച്ച് കെട്ടുക, അവരെ കുളിപ്പിക്കുക, അവരെ തയ്യാറാക്കി നിർത്തുക, രാവിലെ നേരത്തെ അവറ്റകളെ വിളിച്ചെണീപ്പിക്കുക, അവറ്റകൾക്ക് തിന്നാൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യണം. ഒരു ദിവസം മുഴുവനുള്ള യുദ്ധമാണ്. ഇടയിൽ ബ്രേക്ക് ഒന്നുമില്ല, ലഞ്ച് ഇന്റർവെൽ ഒന്നുമില്ല, ചായ കുടിക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ വലിയ ഭാരിച്ചൊരു ചുമതലയാണ്. നമ്മൾ വിചാരിക്കും ഓ തേര് തെളിക്കാന്നുള്ളൊരു പണി മാത്രമല്ല ഇത് യുദ്ധമൊക്കെ അർജുനല്ലേ ചെയ്തെന്ന്. ഭഗവാൻ ചെയ്തതാണ് ശരിയായ യുദ്ധം.
എന്തുകൊണ്ടാണ് പാർത്ഥസാരഥി രൂപം ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണെന്ന് ഞാനിപ്പോ പറയാം. ഭൂമിദേവിയുടെ ഭാരം തീർക്കാനാണ് ഗുരുവായൂരപ്പൻ ജനിച്ചത്. ആറന്മുളയപ്പൻ ഭൂമിയിൽ ഭൂജാതനായത്, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്. നമ്മൾ വിചാരിക്കും കംസനെ കൊല്ലാനാണ്, അല്ലെങ്കിൽ നരകാസുരനെ കൊല്ലാനാണ്, ജരാസന്ധനെ വധിക്കാനാണ് എന്നൊക്കെ, നമ്മൾ ശിശുപാലനെ കൊല്ലാനാണെന്നൊക്കെ പറയും. അതൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള കാര്യങ്ങളാണ്. വലിയ വലിയ വധങ്ങൾ തന്നെയാണ്. അവനവന്റെ കൈ കൊണ്ട് മരണപ്പെട്ട് മോക്ഷം കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുത്തു. യവനനെ പോലെയും ജരാസന്ധനെയും പോലുള്ളവരെ നയത്തിൽ വധിച്ചു, തന്റെ കൈ കൊണ്ടല്ലാണ്ട്. പക്ഷെ അതുകൊണ്ടും ഭൂമിയുടെ ഭാരം തീരുമായിരുന്നില്ല. ഭൂമിയുടെ ഭാരം എന്ന് പറഞ്ഞാൽ അസംഖ്യവും. അതുകൊണ്ട് എന്താ ചെയ്ത്, 18 ദിവസം നീണ്ടു നിൽക്കണ ഭാരതയുദ്ധത്തില് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള രണ്ട് വശത്തുള്ള പാണ്ഡവന്മാരുടെ വശത്താവട്ടെ കൗരവന്മാരുടെ വശത്താവട്ടെ, ഇനി ഒരു സൈഡ് എന്നല്ല, ഒരു സൈഡിലെ ദുഷ്ടന്മാരുണ്ടായിരുന്നുള്ളൂ എന്ന് ആരും പറയില്ല. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കൊള്ളരുതാത്തവരുണ്ടായിരുന്നു. ആ രണ്ട് സൈഡിലുള്ള സകലമാന ഭൂഭാരത്തിന് കാരണക്കാരായിട്ടുള്ള ദുഷ്ടരാജാക്കന്മാരെ, ക്ഷത്രിയന്മാരെ മുഴുവൻ ആ കുരുക്ഷേത്രത്തിലിട്ട് കൂട്ടിയിട്ട് തന്റെ പൂർവാവതാരത്തില്, പരശുരാമാവതാരത്തില്, ഏത് സെമന്തക പഞ്ചകത്തിലാണോ 21 വട്ടം ക്ഷത്രിയരെ കൊന്നിട്ട് അവരുടെ രക്തം കൊണ്ട് 5 മഹാതടാകങ്ങൾ ഉണ്ടാക്കി തർപ്പണം ചെയ്തത് രക്തം കൊണ്ട് ഭഗവാൻ, അതേ സ്ഥലത്ത്, അത് തന്നെയാണ് കുരുക്ഷേത്രം. അവിടെ വീണ്ടും കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഇവരെ മുഴുവൻ ഈയാമ്പാറ്റകളെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ അഗ്നിക്കിരയാക്കി സകലെണ്ണത്തിനെയും 18 ദിവസം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഭഗവാന്റെ അവതാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം പാർത്ഥസാരഥിയാണ്. ആ കൃഷ്ണാവതാരത്തില് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം പാർത്ഥസാരഥി ഭാവമാണ്. അതിനാണ് ഭഗവാൻ ജനിച്ചത്. ഭഗവാന്റെ ജന്മോദ്ദേശം നിറവേറിയത് പാർത്ഥസാരഥി രൂപത്തിലാണ്. അതുകൊണ്ട് ആറന്മുളയപ്പൻ കൃഷ്ണന്റെ അവതാര ഉദ്ദേശത്തിന്റെ മകുടമായിട്ടുള്ള രൂപമാണ്. അതിനുള്ള ഭഗവാൻ ആ പീലി ചിന്നി വിരിയണ തലമുടിയിൽ മറഞ്ഞ കോമളമായിട്ടുള്ള മുഖം മറഞ്ഞിട്ടിരിക്കണ ഭഗവാൻ, മുടി വീണിട്ട് ആടിക്കൊണ്ടിരിക്കണ മുത്തുമാല കഴുത്തിലുണ്ട്. നവഹേമ സൂത്ര വനമാലിക, നവഹേമ സൂത്ര വനമാലിക മകരകുണ്ടല, അതെ, നവഹേമ സൂത്ര വനമാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമസൂത്രം, പുതിയ സ്വർണത്തിന്റെ പുതിയ പൂണൂലിട്ടിരിക്കുന്നു. യജ്ഞസൂത്രം, വനമാല, ക്ഷത്രിയന്മാർക്കും പൂണൂലുണ്ട്, അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്, ബ്രാഹ്മണർക്ക് മാത്രമല്ല. മകരകുണ്ടലം, ബാലമതി മേലണിഞ്ഞ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലമതി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കുട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പുതിയ ചന്ദ്രൻ, 1-ാം ദിവസത്തെ കർത്താവ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടായി വരുന്ന ചന്ദ്രൻ, വീണ്ടും വീണ്ടും ആ അലങ്കാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നവചന്ദ്രനെ പോലെ ഇരിക്കുന്ന ഭഗവാന്റെ നെറ്റി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേമാതിരി മകരകുണ്ടലങ്ങൾ ഭഗവാന്റെ കാതിൽ, അതേമാതിരി ആ നെറ്റിയില് എന്താ പറയാ, കമനീയ ഘർമ്മ കണികാങ്കുരം, വീണ്ടും വേർപ്പ കണങ്ങൾ പൊടിഞ്ഞു വരുന്നത് കൊണ്ട് അലങ്കരിക്കപ്പെട്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും, അതായത് ആ രൂപം പൂന്താനത്തിനെ അങ്ങോട്ട് മയക്കിയിരിക്കുകയാണ്. അതാണ് എല്ലാ ശ്ലോകത്തിലും അത് തന്നെ പറയണത്. ജൈഷ്ണവം കിമപി വൈഷ്ണവം, ജൈഷ്ണവം അർജുനന്റെ ആണെങ്കിലും വൈഷ്ണവമായിട്ടുള്ള, ജിഷ്ണു എന്ന് പറഞ്ഞ അർജുന, വിഷ്ണു എന്ന് പറഞ്ഞ ഭഗവാനാണ്. അപ്പൊ ജിഷ്ണുവിന്റെ ആണെങ്കിലും, ജിഷ്ണുവിന്റെ എന്നുള്ള അർത്ഥത്തിൽ ജൈഷ്ണവം, അർജുനന്റെ ആണെങ്കിലും കൃഷ്ണന്റെ തന്നെയായിട്ടുള്ള രഥം, അഞ്ചിത രഥം ഗതം, ഭഗവാന്റെ തന്നെ രഥമാണ്. ആ രഥത്തിലാണ് കയറിയിരിക്കുന്നത്. അലങ്കരിക്കപ്പെട്ടുള്ള രഥത്തില് ഇരിക്കുന്ന കോലം രൂപം, നമ്മുടെ മലയാളത്തിൽ ഇന്ന് കോലം കണ്ടാൽ മതി എന്ന് പറയും. പക്ഷെ ആ അർത്ഥത്തിലല്ല ആ കാലത്ത് മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള രൂപം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ എഴുന്നള്ളിപ്പിന് കോലം കയറ്റുക എന്ന് പറയുന്നത്. ആ കോലം, അല്ലെങ്കിൽ തമിഴിൽ കോലം ഇടുക എന്ന് പറഞ്ഞ ഒരു രൂപത്തെ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. നിലത്ത് കോലം ഇടുന്നതിനെ ബ്രാഹ്മണ ഗൃഹങ്ങളുടെ മുന്നിലൊക്കെ ഇടും. കോലം ജയതി, ആ രൂപം ജയിക്കട്ടെ എന്നാ പറയും. അത് കഴിഞ്ഞ് അവസാനത്തെ അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ്, പൂജ്യയാദവകുലേ പിറന്നിനിയ ഗോപസത്മനി വളർന്നൊരാ മാതൃതൻ മുലനുകർന്നു പാൽ തൈർ കവർന്നു കൊന്നു നിജമാതുലം ദൂതനായി മഹിത പാണ്ഡവർ കവിജ സൂതനായി കുരകുലും മുടിഞ്ചാതിമേദിനിയിൽ മാറ്റി പേടർ ശരമേറ്റ പോറ്റി പരിവാഹിമാം. ആറന്മുളയപ്പാ, ഗുരുവായൂരപ്പാ, പരമാത്മനെ, ഭഗവാന്റെ അവതാര കഥ മുഴുവൻ ഈ 10-ാമത്തെ ശ്ലോകത്തില് ചുരുക്കി അങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്. പൂന്താനത്തിന്റെ ആ ഭക്തി
അറിവ്. പൂന്താനത്തിനെ വെല്ലാൻ ഭാഗവത വായനയിൽ ഒരാളുണ്ടായിരുന്നില്ല എന്നാ പറയാ. അദ്ദേഹം ഭാഗവതം വായിച്ചിരുന്ന് കൊട്ടിയൂര് വായിക്കുമ്പോ കൊട്ടിയൂരപ്പൻ അദ്ദേഹം വായിച്ച ഭാഗത്തിനെ തന്നെ വീണ്ടും വീണ്ടും വായിക്കാനാക്കിയിട്ട് അടയാളം വീണ്ടും വീണ്ടും മുന്നിലേക്ക് മാറ്റി വെക്കുമായിരുന്നു അത്ര. ആ കഥ കേട്ടിട്ടില്ലേ? അർഹിച്ചിത് അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധമായിട്ടൊരു കഥയുണ്ട്. അപ്പൊ ഇവിടെ പറയാ, പൂജ്യ യാദവകുലത്തില്, പൂജ്യമായിട്ടുള്ള യാദവകുലത്തില്, എല്ലാവരും പൂജിക്കപ്പെടുന്ന യാദവകുലത്തില് യാദവന്മാരെ വെല്ലാൻ ആർക്കും സാധിക്കില്ല. ഗാന്ധാരി ശപിക്കുമ്പോ ഭഗവാൻ മൂലഭാരതത്തിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. എന്താ വൃത്തിയായിട്ട് പറയണത്? അമ്മേ, നിങ്ങൾ ശപിച്ചു എന്നുള്ളതുകൊണ്ടൊന്നുമല്ല നശിക്കാൻ പോണത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ ശപിക്കണു എന്നുള്ളതുകൊണ്ടൊന്നുമല്ല 36 കൊല്ലം കഴിഞ്ഞിട്ട് നശിക്കാൻ പോകണം. അത് മുൻപേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒറിജിനൽ മഹാഭാരതത്തിലെ കറക്റ്റായിട്ട് കാണും. ഗാന്ധാരി വാസ്തവത്തിൽ വളരെ അപകടം പിടിച്ചൊരു ക്യാരക്ടറാണ്. ഭഗവാൻ ഒരു വിലയും അവരെ കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളത് മഹാഭാരതം വിശദമായിട്ട് പഠിച്ചാൽ മനസ്സിലാവും. കാരണം കണ്ണു കാണാത്ത ഒരു സ്ത്രീ, കണ്ണു കാണാത്ത ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്ന സ്ത്രീയാണ് അയാളുടെ കണ്ണാവേണ്ടത്. അയാളുടെ മക്കളെ പ്രസവിച്ച് അവർക്ക് ഉൾക്കാഴ്ച നൽകി നല്ല രീതിയിൽ വളർത്തേണ്ട ധർമ്മം ആചരിക്കേണ്ട സ്ത്രീ തന്റെ പ്രശസ്തിക്കും പേരിനും ശ്രേയസിനും വേണ്ടിയിട്ട് കണ്ണുകെട്ടുകയാണ്. ഭീഷ്മര് അച്ഛന് വേണ്ടി പ്രതിജ്ഞ ചെയ്ത പോലെ തന്നെയാണ്. ഭീഷ്മരോട് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് അങ്ങ് ധർമ്മച്യുതി വരുത്തി, അങ്ങ് കാരണമാണ് യുദ്ധം ഉണ്ടായതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങ് അച്ഛനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജകുമാരൻ എന്നുള്ള ധർമ്മം മറന്നിട്ട് മകൻ എന്നുള്ള ധർമ്മത്തിനെ മാത്രം ഉയർത്തിപ്പിടിച്ചു. അങ്ങയുടെ ജനങ്ങളോടുള്ള കടമ മറന്നു. അതുകൊണ്ടാണ് സങ്കരഹീനത്തിൽപ്പെട്ടിട്ടുള്ള പോലുള്ള മക്കളുണ്ടാവും, അതിലൊക്കെ ഇങ്ങനത്തെ തലമുറകൾ ഉണ്ടാവും, ഈ വംശം നശിച്ചത്. നിങ്ങളുടെ അച്ഛന്റെ കാമപൂർത്തിക്ക് നിങ്ങൾ കൂട്ടുന്നോണ്ടാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഗാന്ധാരി ധൃതരാഷ്ട്രൻ, കണ്ണില്ലാത്ത ധൃതരാഷ്ട്രർക്ക് കണ്ണായിട്ടിരിക്കേണ്ടവളായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളെ പ്രസവിച്ച് അവരെ നേർവഴിക്ക് നയിച്ച് വളർത്തേണ്ടവളായിരുന്നു. ഷീസ് എ ഫെയിൽഡ് വൈഫ് ആൻഡ് എ ഫെയിൽഡ് അമ്മ, ഫെയിൽഡ് മദർ. ഫെയിൽഡ് വൈഫുമാണ്, ഫെയിൽഡ് മദറുമാണ് ഗാന്ധാരി. ഗാന്ധാരിക്ക് ഒരു ശ്രേയസ്സും ഇല്ല വാസ്തവത്തിൽ, വ്യാസം കൊടുത്തിട്ടില്ല. നമ്മളിവിടെ ഈ പല എന്താ പറയുക, പുതിയ കാലഘട്ടത്തിൽ മഹാഭാരതം അവരവരുടെ ഇഷ്ടത്തിന് വായിക്കുന്ന ആൾക്കാർ പറഞ്ഞു വലുതാക്കുകയാണ് ഗാന്ധാരി. പക്ഷെ അതികഠിനമായൊരു വ്രതം എടുത്ത പോലെ അവർ ജീവിച്ചത് കൊണ്ട്, ഒരു തപസ് പോലെ ജീവിച്ചത്, അതിന്റെ തപശക്തി അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഗാന്ധാരിയുടെ ശാപം കൊണ്ടൊന്നുമല്ല യാദവകുലം നശിക്കുന്നത്. അതിന്റെ ഉത്തരം ഭഗവാൻ അവിടെ യുദ്ധഭൂമി പറയുന്നുണ്ട്. അമ്മേ, ഇന്നേക്ക് 36 വർഷം കഴിയുമ്പോൾ ഒരാളെ ഏറ്റവും ദേഷ്യം വന്നിട്ട് ഒരാളെ ശപിക്കുമ്പോൾ 36 കൊല്ലം കഴിഞ്ഞ് നിന്റെ കുലം മുടിയട്ടെ എന്ന് ഒരിക്കലും പറയില്ല. നിന്റെ കുലം ഇപ്പൊ തന്നെ മുടിഞ്ഞു പോട്ടെ എന്ന് പറയൂ. അതാണ് വിഷമത്തിന്റെ ആ സങ്കടത്തിന്റെ ഹൈറ്റിൽ അതേ പറയൂ. അപ്പൊ ഗാന്ധാരി 36 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു കാലയളവ് എന്തിനാ കൊടുത്ത്? അത് ആരോ പിന്നീട് എഴുതി ചേർത്തിയതാണ്. അതൊന്നും മൂലഭാരതത്തിലില്ല. ഭഗവാൻ പറയുന്നുണ്ട്, ഇന്നേക്ക് 36-ാം വർഷം യാദവകുലം നശിക്കും. കാരണം യാദവന്മാരെ വധിക്കാനും നശിപ്പിക്കാനും ദേവന്മാർക്ക് സാധിക്കില്ല, അസുരന്മാർക്ക് സാധിക്കില്ല, രാക്ഷസന്മാർക്ക് സാധിക്കില്ല. അവർ തമ്മിൽ തല്ലി തന്നെ നശിച്ചാൽ മാത്രമേ അവർക്ക് നാശം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് നിശ്ചയമായിട്ട് നടക്കും. ദ്വാരക കടലിൽ പോകും. അതുകൊണ്ട് അമ്മ പറഞ്ഞത് വിധി ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടൊരു പുഞ്ചിരിയോടുകൂടിയിട്ട് ഭഗവാൻ അവരെ വന്ദിച്ചിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പൂജ്യ യാദവകുലം. ആ പൂജ്യ യാദവകുലത്തിൽ പറഞ്ഞിട്ട് ഇനിയ മനോഹരമായ പഴയ തമിഴ് വാക്കുകളാണ്, മലയാളത്തിൽ ഉണ്ടായിരുന്ന വാക്കുകൾ. അപ്പൊ പൂന്താനത്തിന്റെ കാലത്ത് 15-16 നൂറ്റാണ്ടിൽ പോലും ആ വാക്കുകൾ മലയാളത്തിലുണ്ട്. അതുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. പൂന്താനം എഴുതിയ ഒരു തമിഴ് കൃതി പിന്നാൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോ ഇനിയ വളരെ മനോഹരമായിട്ടുള്ള ആ നന്ദഗോപന്റെ ഭവനത്തില്, ഗോപന്മാരുടെ ഭവനത്തിൽ വളർന്നിട്ടുള്ള ഓരോ മാതൃതൻ, ഒരമ്മയുടെ മാത്രമല്ല മുല കുടിച്ചിട്ടുള്ളത്, ഓരോ മാതൃതൻ മുല നോർന്ന്. യശോദര മുല കുടിച്ചു, മറ്റു ഗോപസ്ത്രീകളുടെ മുല കുടിച്ചു, പൂതനടിയും മുല കുടിച്ചു. ഈ പൂതന എന്നുള്ള വാക്ക് പറയുമ്പോൾ പൂതന എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറ്റവും ഉന്നതമായ പരിശുദ്ധി എന്നാട്ടോ അർത്ഥം സംസ്കൃതത്തില്. പൂതനെ കുറിച്ച് തന്നെ ശരിക്ക് വേദപ്രമാണമായിട്ട് തന്നെ പല കാര്യങ്ങളും പറയാനുണ്ട്. അത് ഒരു രാക്ഷസിയായിട്ടൊന്നും കാണരുത്, അതിൽ വലിയൊരു തത്വം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിക്കേണ്ടതാണ്. അങ്ങനെ പൂതന തുടങ്ങിയിട്ട് അനേകം പേരുടെ സ്തന്യം മുലപ്പാല് കുടിച്ചിട്ട് പാലും തൈരും ഒക്കെ കട്ടിട്ട് ഇഷ്ടമാതിരി മോഷ്ടിച്ച് കഴിച്ചിട്ട് നിജമാതിലം കൊന്ന് സ്വന്തം അമ്മാവനായിട്ടുള്ള കംസനെ കൊന്നിട്ട് മഹിത പാണ്ഡവന്മാർക്ക്, മഹത്തുക്കളായിട്ടുള്ള അർഹിക്കുന്ന യോഗ്യരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള പാണ്ഡവന്മാർക്ക് ദൂതനായി ആദ്യം സന്ധി സംഭാഷണത്തിന് പോയി. അപ്പോഴാണ് പറയുന്നത്, പഞ്ചദേശം അതെങ്കിലും
നൃപ പാണ്ഡവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കഥകളിയിലുണ്ടത്. ഭഗവാൻ അവിടെ ചെന്നിട്ട് ദൂതിന് പോകുന്നതും ആ കൗരവ സഭയിൽ വെച്ചിട്ട് അതിമഹത്തായിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം ചെയ്യുന്നുണ്ട്. മൂലഭാരതം വായിച്ചാൽ കാണാം എന്താ ഭഗവാന്റെ വാക്ചാതുര്യം, അത്ര ഗംഭീരമായിട്ടാണ് ഭഗവാൻ പ്രസംഗിക്കുന്നത്. അവിടെ ചെന്നിട്ട് ധൃതരാഷ്ട്രോട് പറയുന്നുണ്ട്, ഈ മകൻ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അവനെ തുറുങ്കിലടക്കിയാണ് അങ്ങ് ചെയ്യേണ്ടത്. കാരണം എന്റെ അവസ്ഥ അങ്ങേക്ക് വരരുത്. സ്വന്തം അമ്മാവനായിട്ടും അധർമ്മി ആയതുകൊണ്ട് ആ അമ്മാവനെ, എന്റെ അമ്മയുടെ സഹോദരനെ കൊല്ലണ്ടി വന്നിട്ടുള്ള ഒരു ഭാഗ്യക്കേട് ഉണ്ടായവനാണ് ഞാനെന്ന് ദുഃഖത്തോടു കൂടിയിട്ട് ഭഗവാൻ പറഞ്ഞ ഒരു കൃഷ്ണനെ നിങ്ങൾക്ക് മൂലഭാരതത്തിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള പാർത്ഥസാരഥി ആ ഭഗവാൻ പിന്നീട് പറഞ്ഞാൽ കേൾക്കാത്ത ദുര്യോധനെ പാഠം പഠിപ്പിക്കാനും തന്റെ തന്നെ അവതാര ലക്ഷ്യമായിട്ടുള്ള ആ സകല ദുഷ്ട നൃപകുലങ്ങളിൽ നശിപ്പിക്കാനും വേണ്ടിയിട്ട് കുരുക്ഷേത്ര യുദ്ധത്തിനെ സംഭാവ്യമാക്കിയിട്ട് അർജുന സൂതനായിട്ട്, അർജുന സാരഥിയായിട്ട്, പാർത്ഥസാരഥിയായിട്ട് പൃഥുവിന്റെ മകൾ പ്രഥ എന്ന കുന്തി, പ്രഥയുടെ പുത്രൻ പാർത്ഥൻ, ആ പാർത്ഥന്റെ പുത്രൻ പാർത്ഥന്റെ സാരഥി പാർത്ഥസാരഥി. അങ്ങനെയുള്ള പാർത്ഥസാരഥിയുള്ള പേര് പറയുമ്പോൾ തന്നെ അവിടെ അർജുനനെ പറയാൻ പറ്റില്ല, വിശേഷണ നാമമാണ്. അർജുനന്റെ സാരഥി എന്നാ വിളിക്കുന്നത് നമ്മൾ ഭഗവാനെ. അങ്ങനെ ആ സാരഥിയായിട്ട് കുരുകുലം മുടിച്ചു, മേദിനിയിൽ ഭൂമിയിൽ ആദി മാറ്റി, ഭൂമിയുടെ വിഷമം മാറ്റി കൊടുത്തു. ആ അവതാരോദ്ദേശം ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള ശ്ലോകം ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ അവതാരോദ്ദേശം പരിപൂർണ രൂപത്തിൽ കാണുന്നത് പാർത്ഥസാരഥിയിലാണ്, ആറന്മുളയപ്പന്റെ രൂപത്തിലാണ് കാണുന്നത്. ആദ്യം മാറ്റിയിട്ട് വേടർശരമേറ്റു, വേടന്റെ ശരീരം ഏറ്റിട്ട് എന്നിട്ടുള്ള ഒരു കള്ളക്കാരണം, ഒരു കാരണം ഉണ്ടാക്കിയിട്ട്, വ്യാജ കാരണമാണ്. അതുകൊണ്ട് മരിച്ചു എന്നല്ല, അതുകൊണ്ട് ശരീരം വെടിഞ്ഞു എന്നല്ല, അങ്ങനെ ആ വ്യാജ കാരണം ഉണ്ടാക്കിയിട്ട് സ്വന്തം ധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് ആരോഹണം ചെയ്ത ഭഗവാനെ പോറ്റി മാം പരിവാഹി എന്നാ പറഞ്ഞ എന്നെ ആ സർവേശ്വരൻ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്നാ പറഞ്ഞു. ചില പാഠങ്ങളിൽ 11ാമത്തെ ഒരു ശ്ലോകം കൂടെ കാണാറുണ്ട്, അത് ഞാൻ പറയാം. അത് കുറച്ച് കൂടെ ഉയർന്നു. അതായത് നമ്മൾ കൃഷ്ണാട്ടം കണ്ട് ശീലമുള്ള പൂന്താനത്തിന്റെ ഒരു സ്വഭാവമായിരിക്കാം ഒരുപക്ഷെ. പൂന്താനത്തിന്റെ കാലത്ത് കൃഷ്ണാട്ടം ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതിലെങ്ങനെ വെച്ചാൽ സ്വർഗാരോഹണം വൈകുണ്ഠാരോഹണം കഴിഞ്ഞാൽ പിന്നെ പാലാഴി മധ്യത്തിൽ ഭഗവാൻ ശയിക്കുന്ന ഒരു നിശ്ചല ദൃശ്യം പോലെ കാണിക്കും. അത് സ്വർഗാരോഹണം കൃഷ്ണാട്ടം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് കണ്ടാൽ അത് പെട്ടെന്ന് ഓർമ്മ വരും. ആഴി തന്നിലുരകേശനായ മണിമെത്തമേലഴകിനോടു ചേർന്നേഴു രണ്ടുലകു മൻപിൽ നേത്രമുന കൊണ്ടു കാത്തു കലിതാതരം. ഗുരുവായൂരപ്പാ, ചൂഴയുള്ള മുനിദേവജാതി പുകഴുന്നതും പരിചിനൊടു കേട്ടാഴിമാതിനൊടുകൂടിയുള്ള കളി കോലുമീശ്വരമുപാസ്മഹേ. ഇങ്ങനെയാണ് ആറന്മുളയപ്പനെ സ്തുതിക്കണം അവിടെ. അതെങ്ങനെയാണ്? ആ വൈകുണ്ഠത്തിലിരിക്കണ നാരായണനായിട്ടാക്കി അവിടെ എത്തിച്ചു. ആ പാർത്ഥസാരഥിയെ വൈകുണ്ഠത്തിലിരിക്കണ സാക്ഷാൽ നാരായണനായിട്ട് സങ്കല്പിക്കണേ. ആഴി തന്നിൽ പാലാഴിയില് എന്താ ആഴി? സകല വസ്തുക്കളുടെയും ഉത്ഭവസ്ഥാനമായിട്ടുള്ള നാരം, കാരണമായിട്ടുള്ള ജലം. ആ നാരത്തിൽ ശയിക്കണവൻ നാരായണൻ, നാരത്തിൽ അയനം ചെയ്യണവൻ അദ്ദേഹം ഉരകേശ്വരനാണ്. ഉരകേശ്വരനായ മണിമെത്തമേൽ അഴകിനോട് ചേർന്ന് അനന്തനായിട്ടുള്ള ജീവാത്മാവിന്റെ സ്വരൂപമുള്ള അനന്തന്റെ, ആദിമധ്യാന്തങ്ങളില്ലാത്ത അനന്തനാകുന്ന ജീവാത്മാവിന്റെ ആ സംഘർഷണന്റെ ശ്രേഷ്ഠമായിട്ടുള്ള കിടക്കയില് അതിഭംഗിയോട് കൂടിയിട്ട് അങ്ങോട്ട് കിടക്കണം. 7 രണ്ടുലകും, 7 × 2 14 ലോകങ്ങളും അൻപിൽ നേത്രമുന കൊണ്ട് കാത്ത്, വെറും ഒരു ദൃഷ്ടി കൊണ്ട് അതീവ വാത്സല്യത്തോടു കൂടിയുള്ള തന്റെ കടക്കൺ നോട്ടം കൊണ്ട് മാത്രം പരിപാലിച്ചുകൊണ്ട് ചൂഴയുള്ള ചുറ്റിനും നിൽക്കണ മുനിമാര്, ദേവജാതികള് കലിതാതരം പുകഴുന്നതും, മഹർഷിമാരും ദേവന്മാരും കിന്നരന്മാര് യക്ഷന്മാര് ഗന്ധർവന്മാര് അപ്സരസ്സുകള്, അങ്ങനെയുള്ള അനേകം വിഷ്ണുപാർഷദന്മാര്, ത്രിമൂർത്തികൾ തന്നെ ബ്രഹ്മദേവൻ, മഹാദേവൻ, ഭഗവാന്റെ സകല അവതാരങ്ങള്, ഇവരാലൊക്കെ ആദരവോടെ വാഴ്ത്തപ്പെടുന്ന പരിചിനോട് അതൊക്കെ കേട്ട് എല്ലാവരെയും സന്തോഷിച്ച് അംഗീകരിച്ച് പറഞ്ഞു കൊടുത്ത്, എല്ലാവർക്കും വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത്, ആഴിമാതിനോടുകൂടിയുള്ള ആ അമ്മ ആഴിമാത്, ആഴിയുടെ മകള്, പാലാഴി പ്രസവിച്ചവള്, സാക്ഷാൽ മഹാലക്ഷ്മി, ഭഗവാന്റെ പ്രിയപത്നി, സമൃദ്ധി,
ലക്ഷ്മി എന്താന്നൊക്കെ ഞാൻ ധാരാളം മുൻപുള്ള പ്രദർശനങ്ങൾ പറഞ്ഞിട്ട്. അവർ എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്മി? നമ്മൾ ഈ കാണുന്ന കയ്യിലെണ്ണണ കാശും സ്വർണ്ണം അല്ല. സകല വസ്തുക്കളിലും പ്രപഞ്ചത്തിലുള്ളതിന്റെ ഐശ്വര്യരൂപേണുള്ള വസ്തുവിനെയാണ് ധനം എന്ന് വിളിക്കുന്നത്. ആ ചൈതന്യത്തിനെ തന്നെയാണ് ലക്ഷ്മി എന്ന് വിളിക്കുന്നത്. സ്ഥിതിയുടെ ദേവനായിട്ടുള്ള ഭഗവാൻ പ്രപഞ്ചത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന വിഭവങ്ങളാണ് ലക്ഷ്മി. അത് എന്തുമാവാം. നമ്മുടെ ഈ ശ്വാസം പോലും ലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയോട് കൂടിയിട്ട് കേളിപോലും ഈശ്വരം, കേളിപോലും ലീലയിൽ മുഴുകിയിട്ടുള്ള ഭഗവാനെ ഉപാസ്മഹേ നാരായണ, അങ്ങേ ഞാൻ ഉപാസിക്കണു എന്ന് പറഞ്ഞിട്ട് പൂന്താനം അത് അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ ശരിക്കും ഇപ്പോൾ 1 മണിക്കൂർ എടുത്തു. കറക്റ്റ് 1 മണിക്കൂറിൽ ഗുരുവായൂരപ്പനും തിരുവാറന്മുളയപ്പനും അനുഗ്രഹിച്ചിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. പാർത്ഥസാരഥിയുടെ ഒരു തത്വം എന്താണെന്നുള്ളത് ചുരുക്കത്തിൽ ആദ്യം ഒന്ന് പറയാം. നമ്മുടെ ശരീരം തന്നെയാണ് ഭഗവാന്റെ തേര്. ആ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവാണ് അർജുനൻ. ആ അർജുനന് ആ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളാണ് 5 ഇന്ദ്രിയങ്ങളാണ് 5 കുതിരകൾ. സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെ, നാരായണനായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവാണ് പാർത്ഥസാരഥി. അർജുനൻ സ്വയം തെളിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ള പണിയല്ല ചെയ്തത്. തന്റെ മനസ്സിനെ അടക്കി യോഗസ്വരൂപത്തിലാക്കി. എങ്ങനെ? കൊടിക്കുറയിലിരിക്കുന്ന ഹനുമാനായിട്ട്. ഹനുമാൻ എപ്പോഴും മനസ്സിന്റെ പ്രതീകമാണ്. മനസ്സാണ് വാനരത്തുള്ളത്. നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കാട്ടിൽ നനഞ്ഞു നടക്കും. പക്ഷെ ഭഗവാനെ കിട്ടിക്കഴിഞ്ഞാലോ അടങ്ങി ഒതുങ്ങിയിരിക്കും. അതിന്റെ ശക്തി അതിനോട് പറഞ്ഞു കൊടുക്കണം മറ്റൊരാൾ. അതിന്റെ ശക്തി എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഹനുമാന്റെ ഗുണങ്ങൾ തന്നെയാണ് മനുഷ്യന്റെ മനസ്സിന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മനസ്സിന്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി കൊടിക്കുറയിൽ ഇരിക്കുകയാണ്. പക്ഷെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. അപ്പൊ മനസ്സ് പങ്കെടുക്കുന്നില്ല, ഫലം ഇച്ഛിക്കുന്നില്ല. മനസ്സ് അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക, സംശയിക്കുക. ഇത് രണ്ടെണ്ണം. സങ്കല്പിക്കലും സംശയിക്കലോട് മനസ്സിന്റെ പണി. ഇത് രണ്ടും ചെയ്യുന്നില്ല. ഇത് രണ്ടിലും പെട്ട് ഒഴുന്നോണ്ടാണ് തുടക്കത്തിൽ ഗീത ഉപദേശിക്കേണ്ടി വന്നത്. ഗീത ഉപദേശിച്ചിട്ട് മനസ്സ് അടക്കിക്കഴിഞ്ഞ അർജുനന് ഹനുമാൻ കൊടിയടയാളമായിട്ടിരിക്കുകയാണ്. അതായത് അടങ്ങിയ മനസ്സുള്ളവന്റെ കൊടിയാണ് ഞാൻ എന്ന് യുദ്ധത്തിലുള്ള സകല ആൾക്കാർക്കും കാണിച്ചു കൊടുക്കുന്നത്. ജീവിതമാകുന്ന യുദ്ധത്തിൽ നമ്മൾ പാറിപ്പറപ്പിക്കേണ്ട നമ്മുടെ കൊടിയടയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അടക്കാണ് എന്ന് കാണിച്ചു തരും. സംയമം, നിയന്ത്രണം. അങ്ങനെയുള്ള കൊടിയടയാളം പാറിച്ചുകൊണ്ട് അടക്കിയ മനസ്സോട് കൂടിയിട്ട് ആ ജീവാത്മാവ് എന്താ ചെയ്യണത്? ജീവിതമാകുന്ന സമരത്തില് തന്റെ ശരീരത്തിനെയും ആ ശരീരത്തിന്റെ കടിഞ്ഞാണിനെയും അതിന്റെ പരിപൂർണ നിയന്ത്രണത്തിനെയും ആ സാക്ഷാൽ ഭഗവാൻ പരമാത്മാവിന്റെ കയ്യിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തിരിക്കും. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ തളിച്ചോളൂ. ഈ യുദ്ധം ഞാൻ അങ്ങേക്കായിട്ടാണ് ചെയ്യണത്. അർജുനൻ വാസ്തവത്തിൽ ഭഗവാന്റെ ആയുധമാണ്. കൃഷ്ണന്റെ ആയുധമാണ് അർജുനൻ. ആ ആയുധത്തിനെ നിയന്ത്രിക്കുകയാണ് 18 ദിവസം ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കാണുന്നത്. ആ ഭഗവാന്റെ കയ്യിൽ ഇന്ദ്രിയങ്ങളുടെ കടിഞ്ഞാൻ കൊടുത്ത് ശാസനയാകണ ചമ്മട്ടി, യോഗവിദ്യയാകണ ശംഖ് അത് മുഴക്കി, അതിൽ ഓംകാരം മുഴക്കി ഭഗവാൻ 18 ദിവസം വ്രതം പോലെ ഇരുന്നിട്ട് അദ്ദേഹം ആ യുദ്ധം നിയന്ത്രിച്ചു, അർജുനെ ജയത്തിലെത്തിച്ചു. ഇങ്ങനെയാണ് നമ്മളും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടങ്ങൾ അതൊക്കെ ഭഗവാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. ജീവിതമാകണ യുദ്ധത്തിൽ നമ്മുടെ മനസ്സിനെ ഹനുമാൻ സ്വാമിയെ പോലെ അടക്കി നമ്മുടെ കൊടിക്കൂറേക്കുക. എന്നിട്ട് ആ യുദ്ധം അങ്ങോട്ട് ചെയ്യാം. അപ്പൊ സകല പ്രതിബന്ധങ്ങൾ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സകല യുദ്ധങ്ങളും നമ്മൾ ജയിക്കും. ആ പാർത്ഥസാരഥി നമ്മളെ ജയിപ്പിച്ചിരിക്കും. ഇതാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ചുരുക്കി പറയാവുന്ന തരത്തിലുള്ളൊരു തത്വം. ഇനി യുദ്ധം കഴിയുമ്പോൾ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാം. നിങ്ങൾ പലർക്കും അറിയണ കഥയായിരിക്കും. അറിയുന്നവര് അതിന്റെ കഥയൊന്നും അവിടെ ടൈപ്പ് ചെയ്യാതിരിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞ് പാണ്ഡവന്മാർ വിജയിച്ചു. അവസാനത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് പടകുടീരങ്ങളിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ മഹാരഥികളായിട്ടുള്ള യോദ്ധാക്കളെ ഓരോരുത്തരെയായിട്ട് എതിരേൽക്കുന്ന ഒരു ചടങ്ങുണ്ട്. സ്ത്രീകൾ താലങ്ങളായിട്ട് ദീപങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ദ്രൗപദിയും വന്നിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ട്. വീരന്മാരുടെ പത്നിമാര്, സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ ഭർത്താക്കന്മാരൊക്കെ ജീവിച്ചിരിക്കണവരെ, ബാക്കിയുള്ള പലരും മരിച്ചുപോയി. അങ്ങനെ സുഭദ്ര, ദ്രൗപദി ഇവരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഇതിന്റെ ചടങ്ങ് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ മഹാരഥിയെ അവരുടെ മൂപ്പനുസരിച്ചിട്ട്
അപ്പൊ ഉദാഹരണത്തിന് പാണ്ഡവപക്ഷത്ത് ഏറ്റവും മുതിർന്ന ആളാരാച്ച ആ വ്യക്തി അദ്ദേഹത്തിനെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ തേരാളി കുതിര ഇതിന്ന് തേരിന്ന് ഇറങ്ങി ചെന്നിട്ട് കൈ പിടിച്ച് ഇറക്കി ആനയിക്കണം. അപ്പൊ യുധിഷ്ഠിരന്റെ തേരാളി കൈ പിടിച്ചിറക്കി ആനയിച്ചു. ഭീമസേനെ കൈ പിടിച്ചിറക്കി ആനയിച്ചു. അപ്പൊ അർജുനൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, ഭഗവാൻ ഇപ്പൊ വരും, ഇറങ്ങി വന്ന് എന്നെ ആനയിക്കുന്നു. ഭഗവാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടിങ്ങനെ തിരിഞ്ഞുകൊണ്ട് എന്താ അർജുനൻ ഇറങ്ങണില്ലേ ഇങ്ങനെ നോക്കിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇരുന്നിട്ട് കുതിരകളെയൊക്കെ ഇങ്ങനെ തട്ടാനും തലോടാനൊക്കെ തുടങ്ങി. അപ്പോ അർജുനൻ അല്ല കൃഷ്ണ, എന്നെ അങ്ങല്ലേ വന്നിട്ട് കൈ പിടിച്ചിട്ട് ഇറക്കണ്ടേ? ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇറങ്ങിക്കോ, നീ ഇറങ്ങും, വേഗം ഇറങ്ങുന്നു. അപ്പൊ അർജുനൻ ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് അതൊരു വലിയ അപമാനമായിട്ട് തോന്നും. അതാണ് എത്ര പക്വത വന്നാലും മനുഷ്യന്റെ ഈഗോയിന് നാശം വരുന്നില്ല, അതവിടെ ഉണ്ട്. അപ്പോഴേക്കതാ നകുലന്റെ തേരാളി നകുലനെ കൈപിടിച്ചേർ ഇറക്കണം, സഹദേവന്റെ തേരാളി ഇറക്കണം. അർജുനനെക്കാട്ടിലും എത്രയോ താഴെ വരുന്ന മഹാരഥികളുണ്ട്. ആ മഹാരഥികളിൽ തന്നെ കുറച്ചുകൂടെ താഴെ വരുന്ന ആൾക്കാർ, പിന്നെ രഥികളുണ്ട്. അവരുടെ ഒക്കെ തന്നെ തേരാളിമാർ ഇത് തന്നെ അവരോടൊക്കെ ചെയ്യുമ്പോൾ തന്റെ തേരാളിയായിട്ട് സാക്ഷാൽ ഭഗവാൻ ഇരുന്നിട്ട് ഇതാ കൃഷ്ണൻ എന്നെ എല്ലാവരുടെയും മധ്യത്തിൽ അപമാനിക്കുന്നു എന്നിങ്ങനെ വിഷമിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഭഗവാൻ വീണ്ടും തിരിഞ്ഞിട്ട് ഇറങ്ങണില്ലേ, വേഗം ഇറങ്ങൂ, അതൊക്കെ അവർ കാത്തു നിൽക്കണ്ടില്ലേ, ഇറങ്ങൂ, താൻ ഇറങ്ങൂന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് കൂടുതൽ നിന്നിട്ട് ഈ നാണം കടണ്ടാന്ന് വിചാരിച്ചിട്ട് അർജുനൻ രഥത്തുനിന്ന് അതിന് ചുറ്റുമൊക്കെ നോക്കി വിഷമായിട്ട് ഗാന്ധീവും അമ്പൊഴിയാ താവനാഴിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി, തന്നെ ഇറങ്ങി, തേരുന്ന് ചാടി അങ്ങോട്ട് ഇറങ്ങി. അത് ഇറക്കമൊക്കെ അത് നേരം കുറച്ചുകൂടെ എക്സ്ട്രാ സ്റ്റൈലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി, കാരണം ഒരു മോശം തോന്നരുതല്ലോ. അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്നു കൃഷ്ണൻ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ കൃഷ്ണൻ തിരിഞ്ഞു, ആ ഇറങ്ങിയോ, എന്താ നിൽക്കണം, അല്ല അവിടുന്ന് വരുന്നില്ലേ ചോദിച്ചു. താൻ നടന്നോളൂ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അല്ല നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം. അപ്പൊ കൃഷ്ണന്റെ ഒപ്പം നടക്കുക എന്നുള്ളത് ഒരു അഭിമാനമായിട്ട് കാണുകയാണ് അർജുനൻ. കൃഷ്ണൻ സമ്മതിക്കുന്നില്ല, നടക്കൂന്ന് പറഞ്ഞു. അർജുനൻ മടിച്ചു നിന്നപ്പോ പറഞ്ഞു നീങ്ങി നിൽക്കൂ, കുറച്ചുകൂടെ അവർക്ക് ഇങ്ങനെ കാണിക്കണ്. അങ്ങനെ അർജുനനെ അദ്ദേഹം ആവുന്നത്ര ദൂരത്തേക്ക് നീക്കി നിർത്തി എന്നാ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ആ തേരിനെ കുറച്ച് ഇവരിൽ നിന്നൊക്കെ അകലേക്ക് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു. അവിടെ നിർത്തിയതിനു ശേഷം ആദ്യം ഭഗവാൻ എന്താ ചെയ്തറിയോ, ആ കുതിരകളെ മുഴുവൻ അഴിച്ചു വിട്ടു. ആ കുതിരകളൊക്കെ നടന്ന് അതിന്റെ ലായങ്ങളിലേക്ക് തന്നെ പോയി പടകുടീരത്തിന്റെ. അതിനുശേഷം ഭഗവാൻ ആ തേരിനെ 3 തൊട്ടുതല വെച്ചു. അവിടുന്ന് അദ്ദേഹം ഇറങ്ങി ഇവർക്ക് നേരെ നടക്കാൻ തുടങ്ങി. അദ്ദേഹം നടക്കാൻ തുടങ്ങി. അദ്ദേഹം അതിന് കുറച്ച് ദൂരം വന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പുറകില് അത്യുഗ്രമായ ശബ്ദത്തോട് കൂടിയിട്ട് അത്രയും 18 ദിവസം അർജുനെയും ഭഗവാനെയും വഹിച്ച ഹനുമാൻ സ്വാമി ഇരുന്നിരുന്ന തേര് അതിഭയങ്കരമായിട്ടുള്ള ഒരു സ്ഫോടനത്തിൽ തകർന്നിട്ട് കത്തിച്ചാമ്പലായിട്ട് ചാരം പോലും കാണാത്ത വിധത്തിൽ ബാഷ്പമായി പോയി എന്നാ പറഞ്ഞു. ഭഗവാന്റെ പുറകിൽ അതിങ്ങനെ കത്തി അഗ്രഹോളായിട്ട് ഉയരണത് ഇങ്ങനെ കണ്ടിട്ട് അക്ഷോഭ്യമായിട്ട് നടന്നു വരുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് പാർത്ഥസാരഥിയുടെ പുറകില് ആ മഹത്തായിട്ടുള്ള രഥം കത്തി അമരുന്നത് കണ്ടിട്ട് സകലൊരു നടുങ്ങിപ്പോയി. അർജുനൻ അപ്പോഴാണ് തോന്നിയത് എന്നെ എന്തോ ഒരു ആപത്തുനിന്ന് ഭഗവാൻ രക്ഷിച്ചിരിക്കണു. അദ്ദേഹം ഉടനെ പോയിട്ട് കൃഷ്ണനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് എന്നോട് പൊറുക്കണം, എനിക്ക് തെറ്റ് പറ്റി എന്ന് പറയുമ്പോ എന്താ നീ കാണിക്കണേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, അർജുന എനിക്ക് നിന്നെ അപമാനിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത്. നിനക്കറിയാലോ നീ മരിച്ചു കാണാൻ ഏറ്റവും ആഗ്രഹിച്ച ആള് കർണനും അതേപോലെ ദുര്യോധനനാണ്. പക്ഷെ കർണൻ നിന്നെ കൊല്ലാൻ സാധിക്കുമെന്ന് അർജുനന് ദുര്യോധനന് 1% ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ നിന്നെ ഏത് ചതിയിൽ കൂടിയും കൊല്ലാനായിട്ടും പലവിധ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അനേകം ആഭിചാര കൃത്യങ്ങൾ ചെയ്തിരുന്നു, മന്ത്രവാദികളെ കൊണ്ടും മറ്റും. ആ ദുർമന്ത്രങ്ങളും കൃത്യങ്ങളും പലവിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മന്ത്രമൂർത്തികളായിട്ടുള്ള പിശാചുക്കളും ഒക്കെ ഈ തേരിന് ചൂഴ്ന്നു നിന്നിരുന്നു. പക്ഷെ അവറ്റകൾക്ക് തേരിനെ തൊടാൻ പറ്റിയിരുന്നില്ല. അതിന് കാരണം തേരിന്റെ തേരാളിയായിട്ട് ഞാൻ ഇരിക്കെ ലോകത്തിലെ ഏത് ആഭിചാരവും ഏത് ദുർമന്ത്രവാദത്തിനും അടുപ്പിക്കാത്ത, ഏത് ദുർമന്ത്രവാദിയും ഭയന്ന് പറയ്ക്കുന്ന, ഏത് പിശാചും ഭയന്ന് പറയ്ക്കുന്ന ഒരാള് ആ തേർത്തട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്റെ പരമഭക്തനായിട്ടുള്ള സാക്ഷാൽ ഹനുമാൻ. ആ ഹനുമാൻ തേർത്തട്ടിൽ ഇരിക്കുന്നിടത്തോളം ഒരു ദുർമന്ത്രവും നിന്നെയോ തേരിനെയോ ബാധിക്കില്ല. പക്ഷെ ഹനുമാൻ അവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ അവിടെ ഇരിക്കണം.
ഞാൻ ഇരിക്കുമ്പോൾ മാത്രമേ ഹനുമാൻ അവിടെ ഇരിക്കുള്ളൂ. ഞാൻ ഇരുന്നാൽ ഹനുമാൻ അവിടെ ഇരിക്കും, ഹനുമാൻ അവിടെ ഇരുന്നാൽ ഈ പറയുന്ന ഗുണം കിട്ടും. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ആദ്യം തേരിന്ന് ഇറങ്ങിയാൽ നിന്നെ കൈപിടിച്ചു ഇറക്കുന്ന ആ ഒരു നിമിഷാർത്ഥത്തിനുള്ളിൽ അദ്ദേഹം തേർത്തട്ട് വിട്ടുപോകും. തേരിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം കുതിച്ചു പറക്കും. പറക്കുന്ന ഹനുമാൻ അവിടുന്ന് പറക്കുന്ന നിമിഷം ഈ ചൂഴ്ന്നു നിൽക്കുന്ന സകല ദുഷ്ടശക്തികളും നിന്നെയും തേരിനെയും വിഴുങ്ങിക്കളയും. ആ മിണ്ടാപ്രാണികളായിട്ടുള്ള കുതിരകളടക്കം ഭസ്മമാവും. എനിക്കൊന്നും സംഭവിക്കില്ല. അത് വരാതിരിക്കാനാണ് ഞാൻ നിന്റെ അടുത്ത് ആദ്യം ഇറങ്ങാൻ പറഞ്ഞത്. നിന്നെ ഇറക്കിയതിന് ശേഷം ഞാൻ ആ തേരിനെ കുറച്ച് സേഫായിട്ടുള്ള ഒരു ദൂരത്ത് കൊണ്ട് നിർത്തി. ആ മിണ്ടാപ്രാണികളെ ഞാൻ അഴിച്ചുവിട്ടു. അതിനുശേഷം ഞാൻ തേരിനെ വന്ദിച്ചിട്ട് ഞാൻ ഇറങ്ങി 3 വാരം നടക്കുമ്പോഴേക്കും എൻ്റെ പരമഭക്തൻ ആ ശ്രീരാമദാസനായിട്ടുള്ള ഹനുമാൻ, കവിയൂരിരിക്കുന്ന ഹനുമാൻ സ്വാമി, അദ്ദേഹം ആ കൊടിമരത്തുനിന്ന് പക്ഷേ ആ തേരിന്റെ കൊടിയിൽ നിന്ന് കുതിച്ചു ചാടി അനന്തവിഹായസിലേക്ക് അന്തർധാനം ചെയ്ത പാടെ ദുര്യോധനന്റെ മന്ത്രവാദികളും മറ്റു ദുഷ്കർമ്മികളും ചെയ്തു വെച്ചിട്ടുള്ള സകലവിധ ആഭിചാരമൂർത്തികളും ആ തേരിനെ അപ്പാടെ വിഴുങ്ങ് അത് ഭസ്മമായിട്ട് പോവുകയും ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ശരീരം ഭസ്മമാക്കാൻ എത്രയോ ദുഷ്ടശക്തികൾ ഏതൊക്കെയോ വിധത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അടക്കമുള്ളൊരു മനസ്സും ആ പരമാത്മാവ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കേടുപാട് കൂടാതിരിക്കുള്ളൂ. ഭഗവാനെ നിരാകരിച്ചുകൊണ്ട്, ഭഗവാനെ നമ്മുടെ അടിമപ്പണി അടുപ്പിച്ചുകൊണ്ട് നമുക്ക് അംഗീകാരങ്ങൾ നേടാൻ നമ്മൾ നോക്കിയാൽ, നമ്മളെ കൈപിടിച്ചിറക്കാൻ ഭഗവാൻ വരണം എന്ന് പറഞ്ഞിട്ട് നിന്നു കഴിഞ്ഞാൽ, ഭഗവാൻ എണീക്കണ മാത്രയില് നമ്മുടെ മനസ്സിന്റെ കരുത്ത് സകലത്തും ചോർന്നു പോകുക. ആ മനസ്സ് തന്നെ ഇല്ലാണ്ടായി തീരും. അതോടുകൂടി നമ്മുടെ ശരീരം പതിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിന്റെ ആരോഗ്യത്തിന് പരമാത്മാവ് വേണം. നമ്മൾ ഹനുമാൻ ഇരിക്കണമെങ്കിൽ, ഹനുമാൻ സന്തുഷ്ടനായിരിക്കണമെങ്കിൽ, അവനവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിബലവാനായിട്ടിരിക്കണമെങ്കിൽ, പണ്ട് കാട്ടിൽ അലിഞ്ഞു നടന്ന ഹനുമാനല്ല, ശ്രീരാമസ്വാമിയെ കണ്ട ഹനുമാൻ, ശ്രീരാമന് വേണ്ടി സമുദ്രലംഘനം നടത്തിയ ഹനുമാൻ, ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ വേണ്ടി പർവ്വതം മറിച്ചു കൊണ്ടുവന്ന ഹനുമാൻ, അങ്ങനെയുള്ള ഹനുമാനെ പോലെ നമ്മുടെ മനസ്സിരിക്കണമെങ്കിൽ, ബലവാനായും ഭക്തനായിട്ടും ഇരിക്കണമെങ്കിൽ, അറിവുള്ളവനായിട്ടിരിക്കണമെങ്കിൽ, ആ പരമാത്മാവായിട്ടുള്ള പാർത്ഥസാരഥി നമ്മുടെ തേര് തെളിക്കാൻ നമ്മുടെ മുന്നിൽ തന്നെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും, ആ തിരുവാറന്മുളയപ്പനും ഗുരുവായൂരപ്പനുമാണ് നിങ്ങളെല്ലാവരും ഞാൻ സങ്കല്പിച്ചുകൊണ്ട്, ആ പരബ്രഹ്മസ്വരൂപമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കുക. പൂന്താനം തിരുവേനടിയും തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. ഗുരുവായൂരപ്പൻ സന്തോഷിക്കട്ടെ, തിരുവാറന്മുളയപ്പൻ ഒരുപാട് സന്തോഷിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം എനിക്ക് തന്നതിന് ഈ ഗ്രൂപ്പ് മെമ്പർമാരോട്, തിരുവാറന്മുള ദേശത്തിൻ്റെ ഭക്തജന കൂട്ടായ്മയോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട്. കോവിഡ് കാലം കൊണ്ട് എനിക്ക് അവിടെ വന്നിട്ട് ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് കഥ പറയാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് ഇത്ര നേരം അവിടെ തന്നെ ഇരുന്നിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ കാൽക്കൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ പറഞ്ഞു തന്നത് എനിക്ക് പറയാനറിയുള്ളൂ, അല്ലാത്ത ഒന്നും ഞാൻ പറയുന്നില്ല. ഭഗവാൻ പറഞ്ഞു തരണമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. അതിൽ കവിഞ്ഞിട്ട് ഒരു മേന്മയും എനിക്ക് അവകാശപ്പെടാനില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി, സന്തോഷം ആശംസിക്കുന്നു. നന്നായിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ശ്രീമതി മഞ്ജു സന്തോഷിനോട് ഒരു തവണ കൂടെ നന്ദി പറയണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുവായൂരപ്പനും തിരുവാറന്മുളയപ്പനും സന്തോഷിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ ഗുരുവായൂരപ്പ, ഹരേ തിരുവാറന്മുളയപ്പ, നാരായണ ശരണം. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ, നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. അപ്പൊ എല്ലാവരും പറ്റുകയാണെങ്കിൽ പാർത്ഥസാരഥി സ്തോത്രം കാണാതെയൊക്കെ പഠിക്കണം കേട്ടോ. ഗുരുവായൂർ ദേവസ്വം പൂന്താന സർവസ്വം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, അതിലൊക്കെ ഉണ്ട് ഈ സ്തോത്രകൃതി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.